പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, നാം ഏവരെയും നാം അറിയാതെ പോറ്റി വളർത്തുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻപടി സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ കേട്ടതുപോലെ ഇതൊരു സാധാരണ ക്ലാസ് അല്ല, മറിച്ച് സ്വയം വിമർശനത്തിന്റെയും അതിലൂടെ നമ്മളൊക്കെ സ്വയം തിരുത്താനുള്ള ആഹ്വാനത്തിന്റെയും ക്ലാസ്സാണ് നാം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുജാഹിദുകൾ മറ്റെല്ലാവരെയും വിമർശിക്കാറുണ്ട്. എന്നാൽ അവർ സ്വന്തം തെറ്റുകളെ കുറിച്ച് നിരൂപണം നടത്താൻ കൂടി സമയം കണ്ടെത്തണം എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മുടെ ആളുകളെ ഉത്ബോധിപ്പിക്കാൻ നാം ഉദ്ദേശിക്കുന്നത്. അഹ്ലു കിതാബിനോട്, ബനൂ ഇസ്രായേൽക്കാരോട് അള്ളാഹു ചോദിച്ച ചോദ്യമാണ് ഞാൻ ഓതിവെച്ച ആയത്തിന്റെ പ്രമേയം. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി, നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്നുപോവുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വേദം വായിക്കുന്ന നിങ്ങൾ, മറ്റുള്ളവരിൽ നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രബോധനം നടത്തുന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മറന്നു കളയുകയാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ ജനങ്ങളോട് പറയുക എന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കോപത്തിന് കാരണമായിരിക്കുന്നു. അപ്പോൾ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദീനിന്റെ എല്ലാ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തണം എന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് നാം. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ആ ദീനിന്റെ പല കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കുറ്റമല്ല, വലിയ കുറ്റമാണ്. അത് അയാളെ മാത്രം ബാധിക്കുന്നതല്ല, ഈ കൂട്ടായ്മയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, ഒരാൾ എപ്പോഴാണ് ഒരു സലഫി പ്രവർത്തകനായി മാറുന്നത്? നിലവിലുള്ള മുസ്ലിം സമൂഹത്തിൽ പലതരത്തിലുള്ള അപാകതകളും സംഭവിച്ചിട്ടുണ്ട്. നിലവിലുള്ള മുസ്ലിം സമൂഹം പിഴവിലാണ്. വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ പ്രമാണങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ പല തെറ്റുകളും നിലവിലുള്ള മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ സലഫിയാകുന്നത്. സമുദായത്തിന്റെ ഈ ഒഴുക്കിനനുസരിച്ച് ഞാനും ഈ കൂട്ടത്തിൽ ഒഴുകിപ്പോയാൽ എനിക്കെന്റെ പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കേണ്ടതും തിരുത്താൻ ആവശ്യമായത് തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് ഒരാൾക്കുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സലഫി പ്രവർത്തകനായി മാറുന്നത്. ഒരാൾ ഒരു സലഫി പ്രവർത്തകനായി മാറിയാൽ അയാളുടെ ചിന്താഗതിയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകുന്നു. അതുവരെ അയാൾ തഖ്ലീദ് മനസ്ഥിതിക്കാരനാണെങ്കിൽ, അതായത് തെളിവും ന്യായവും നോക്കാതെ പണ്ഡിതന്മാര് പറയുന്നത്, പണ്ഡിത സഭകൾ പറയുന്നത്, സംഘടനാ നേതൃത്വം പറയുന്നത് വിഴുങ്ങി നടക്കുന്ന ആളായിരുന്നുവെങ്കിൽ എന്തു കേട്ടാലും അതിനെ മനനം ചെയ്ത് അത് സത്യമാണോ, പ്രമാണത്തിന് യോജിക്കുന്നതാണോ എന്നാലോചിച്ചും ചിന്തിച്ചും മാത്രം കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഉയർന്ന തലത്തിലേക്ക് അയാൾ വരികയാണ്. തഖ്ലീദിന്റെ ദുഃഖത്തിൽ നിന്നും അയാൾ മോചിതനാവുകയും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രമാണങ്ങളിലുള്ളത് മാത്രം സ്വീകരിക്കുവാനും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് ആരുടെയൊക്കെ പിന്തുണയുള്ളതും എത്ര ഉപ്പാപ്പമാരുടെ കാലം മുതൽ താലോലിച്ചു പോരുന്നതാണെങ്കിലും അത് കൈയൊഴിക്കാനുള്ള ഒരു സന്മനസ്സും ധൈര്യവും ഒരാൾക്ക് കിട്ടുമ്പോഴാണ് ഒരാൾ സലഫി പ്രവർത്തകനായി മാറുന്നത്. നിലവിലുള്ള സമുദായത്തിലെ പ്രോട്ടോകോളുകളെ ചോദ്യം ചെയ്യാൻ, ഇവിടുത്തെ മാമൂലുകള്, ഇവിടുത്തെ സമ്പ്രദായങ്ങള്, ആരും ചോദ്യം ചെയ്യാത്ത നിരാക്ഷേപം നടന്നു വരുന്ന പലതിനെയും
എതിർക്കുവാനുള്ള ഒരു ചങ്കൂറ്റവും ഒരു ധൈര്യവും ഒരാൾക്കുണ്ടാകുമ്പോഴാണ് ഒരാൾ സലഫി പ്രവർത്തകനായി മാറുന്നത്. യഥാർത്ഥത്തിൽ ഈ ധൈര്യവും ഈ ആത്മാർത്ഥതയും ഈ പരിശോധനയും ഈ തിരുത്തുമൊക്കെ ഏതാനും തർക്ക വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നതാണ് നമുക്ക് സംഭവിച്ച അപാകത. അതിനപ്പുറത്തേക്ക് നാം പോയില്ല. വിശാലമായ ഇസ്ലാമിക ജീവിതത്തിന്റെ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെ സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കുവാനും തിരുത്തുവാനും നാം തയ്യാറാവേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മുടെ ആളുകളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. അതായത് ഏതാനും തർക്ക വിഷയങ്ങളിൽ മാത്രം നാം കെട്ടിത്തിരിഞ്ഞാൽ മതി, അതിനപ്പുറത്തേക്ക് നമ്മുടെ പഠന ഗവേഷണങ്ങൾ പോകരുത് എന്നാണ് സംഘടനാ പക്ഷപാതിത്വം കൊണ്ട് കണ്ണുമഞ്ഞളിച്ചു പോയിട്ടുള്ള അന്ധരായിട്ടുള്ള ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ നേതൃത്വത്തിലുള്ള മുജാഹിദ് മൗലവിമാരൊക്കെ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുകയും ധൈര്യസമേതം താൻ ജീവിക്കുന്ന സമൂഹത്തിലെ പല പ്രോട്ടോകോളുകളെയും ചോദ്യം ചെയ്യാൻ പഠിക്കുകയും അതിനപ്പുറം അവർ പഠിച്ച അവരെ ഉസ്താദുമാരെ തള്ളിപ്പറയാൻ, ഉസ്താദുമാർ പഠിച്ചതിനപ്പുറം മനസ്സിലായി അത് ഉസ്താദുമാരുള്ള സദസ്സിലും ഉസ്താദുമാർ നിൽക്കുന്ന നാട്ടിലും പോയി പറയാൻ, അവർ തന്നെയും ദർസ് നടത്തിയ സ്ഥലത്ത് ഞാനെന്ന് പറഞ്ഞിരുന്നത് തെറ്റായിരുന്നു ജനങ്ങളെ എന്ന് പറയാൻ അവർക്ക് ധൈര്യം കിട്ടുമ്പോഴാണല്ലോ ഖുറാഫി പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. ഉസ്താദുമാര് പഠിച്ചയിടത്ത് നിൽക്കണം, ഉസ്താദുമാര് പറഞ്ഞതിനപ്പുറം പറഞ്ഞ ആ കുരുത്തക്കേട് തട്ടും, ഉസ്താദ് ചിന്തിച്ചതിനപ്പുറം ചിന്തിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇപ്പോഴും അപ്പുറം തന്നെയാണ്. അവരാരും ആ നുകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ആ നുകത്തുനിന്ന് രക്ഷപ്പെട്ട് അവരൊക്കെ പഠിച്ച് വളർന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഞങ്ങളെ ശിഷ്യന്മാർ പറയാൻ പാടില്ല എന്നാണ്. ഈ ചിന്താഗതിയാണെങ്കിൽ ഇവര് മുജാഹിദാവോ? ഉദാഹരണം എ പി അബ്ദുൽ ഖാദർ മൗലവി എങ്ങനെയാണ് മുജാഹിദാകുന്നത്? അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഖുറാഫി ഉസ്താദുമാര്. അവർക്കൊക്കെ തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുകയും അവര് പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് എ പി പഠിക്കുകയും ചെയ്തു. അപ്പൊ എ പി മുജാഹിദായി. ഇപ്പൊ എ പി പറയാണ് ഞങ്ങളൊക്കെ പഠിച്ചതിനപ്പുറം ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുകയാണ്, അവിടേക്ക് ഒന്നും പോണ്ട, ഇവിടെ നിന്നാ മതി, ഞങ്ങളൊക്കെ നിന്നോർത്ത് നിന്നാ മതി. അപ്പൊ ഞങ്ങൾ പഠിച്ചതിനപ്പുറം ഞങ്ങളെ ശിഷ്യന്മാര് പഠിക്കാൻ പാടില്ല എന്ന ഇവരെ ചിന്താഗതി തന്നെയല്ലേ ഇവിടുത്തെ സുന്നി മുസ്ലിയാക്കന്മാർക്കുള്ളത്? വേറെന്താ വ്യത്യാസമുള്ളത്? ഇനിയിപ്പോ ഞങ്ങളൊക്കെ പറയാണ് ഞങ്ങൾ ഈ പറഞ്ഞതിനപ്പുറം ഇനി ആരും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ചില ആളുകൾ പറയാണ്, ഇപ്പൊ നമ്മൾ അനുകൂലിക്കുന്ന ചില ആളുകൾ തന്നെ പറയാൻ നിങ്ങളൊക്കെ കുറച്ച് പഠിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം, വേറെ ഇവിടെ പ്രശ്നമല്ല. പി പി അബ്ദുൽ കോയമതിരി പ്രസംഗിക്കുകയാണ്. പഴയകാല മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും അറിയാം മുജാഹിദുകൾക്ക് എന്താണ് പറയാനുള്ളത്. തൗഹീദ് സംബന്ധമായവർക്ക് എന്ത് പറയാനുണ്ട്, സുന്നത്തും ബിദഅത്തും എന്ത് പറയാനുണ്ട് അവർക്കറിയാം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം നേർച്ചൊരുപാടുകൾ നടത്തണം, അവനോട് മാത്രം ഇസ്തിഗാസ നടത്തണം, അങ്ങനെ തൗഹീദിന്റെ വിഷയങ്ങളൊക്കെ. പിന്നെ റസൂൽ പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അനാചാരങ്ങളും തെറ്റാണ്. ജുമാ ഖുതുബ മാതൃഭാഷയിലാണ് നടത്തേണ്ടത്, പെണ്ണുകൾ പള്ളിയിൽ പോകൽ അനുവദിക്കേണ്ടതാണ് എന്ന് തുടങ്ങിയ കുറച്ച് വിഷയങ്ങൾ മാത്രം. എല്ലാവർക്കും അറിയാം മുജാഹിദുകൾക്ക് എന്താ പറയാനുള്ളത്. സുന്ദരമായ കാലം ഇ പി പറയാൻ, ആ സുന്ദര കാലം പോയി. ഇപ്പൊ മുജാഹിദുകൾക്ക് എന്താ പറയാനുള്ളത് മുജാഹിദുകൾക്ക് തന്നെ അറിയണില്ല. ആകെ കലവലയായി പോയി. കലവല വടക്കേ മലബാറിലെ ഭാഷയാ, എന്താന്ന് തിരിയാത്തൊരാശയക്കുഴപ്പത്തിലായി പോയി എന്നാണ് ഇ പി പറയുന്നത്. അപ്പൊ ഈ പണ്ട് പറഞ്ഞ 5-6 തർക്ക വിഷയം എങ്ങനെ അതെന്നെ പേർത്തും തിരിച്ചും മറിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. മദ്ഹബുകാർ ചെയ്യുന്നത് ഇപ്പൊ തന്നെയാണല്ലോ. മദ്ഹബിൽ ഒരുത്തനൊരു കിതാബ് എഴുതും, മറ്റവനതിന് ശറഹ എഴുതും, പിന്നെ വരുന്നോടതിന് മുഖ്തസറാക്കും, മുഖ്തസറാക്കാൻ ചുരുക്കുക, പിന്നെ ഈ ചുരുക്കിയുടെ പിന്നെ മറ്റോ വിസ്തരിച്ചെഴുതും. ഇതുമ്പോ തന്നെ കെട്ടി ഒരു കിതാബുമ്പോ തന്നെ കെട്ടിത്തിരിഞ്ഞ് ഷറഹും ഇഖ്തിസാറും പിന്നെ ബസ്തും പരത്തലും നീട്ടലും തന്നെ. എ പി അബ്ദുൽ ഖാദർ മൗലവി പണ്ട് പറയല് ഇരുമ്പിന്റെ കപ്പിമായിരിയെന്നാ. അതിന് എണ്ണ കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? അതിനെ കുറെ കാലം കഴിഞ്ഞാൽ തിരിച്ചാ തിരിയില്ല. അതിടക്കിടക്ക് എണ്ണ കൊടുത്ത് കീലൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. തഖലീദ് മനസ്ഥിതിക്കാർക്ക് അതിന് നേരം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു തഖലീദാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുന്നതിനൊരു ചെറിയ മാന്യത ഉണ്ട്. കാരണം മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്നത്. ഇവർ ക്ഷണിക്കുന്നതോ 4 അഫ്ളൽ ഉലമക്കാരെ കൊണ്ട് തട്ടിക്കൂട്ടിയ പുളിക്കല കമ്മിറ്റിയെ തഖ്ലീദ് ചെയ്യണം, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അഫ്ളൽ ഉലമക്കാരുടെ കമ്മിറ്റിയെ തഖ്ലീദ് ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 4 അഫ്ളൽ ഉലമക്കാരെ തഖ്ലീദ് ചെയ്യാന്ന് പറഞ്ഞാലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ആയത്തും ഹദീസും ഒക്കെ കേൾപ്പിക്കുമ്പോ നമ്മൾ ആളുകൾ ചോദിക്കാണ്, ഈ ആയത്തെന്താ AP കണ്ടിട്ടില്ലേ, ഈ ആയത്തെന്താ TP കണ്ടിട്ടില്ലേ, ഈ ഹദീസ് എന്താ MM എനിക്ക് തിരിയില്ലേ? ഇതന്നെയാണ് ഇപ്പൊ ഖുറാഫികളും ചോദിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോ നമ്മളെ കാക്കമാര് പറയാണ്, നമ്മൾ പണ്ടത്തെ പ്രശ്നത്തിൽ APന്റെയും TPന്റെയും ഒപ്പല്ലേ നിന്നത്, നമ്മൾ അവിടെ നിന്നാ മതി, നമ്മൾ നേതൃത്വത്തിന്റെ ഒപ്പം നിന്നാ മതി. നമ്മൾ അങ്ങനെയാണോ പഠിപ്പിച്ചത്? അല്ല. എന്തേ ഞാൻ ചോദിക്കട്ടെ, ഹുസൈൻ മടവൂര് നേതാവല്ലായിട്ട? CPM സുലമി മോശക്കാരനാ? KK സുലമിനെ പോലെ ജനകീയമായ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ. എന്തേ നമ്മൾ ഓലൊപ്പം നിൽക്കാഞ്ഞത്? നമ്മൾ നേതൃത്വത്തിന്റെ ഒപ്പം നിൽക്കാന്നല്ല ജനങ്ങളെ പഠിപ്പിച്ചത്. നമ്മൾ പഠിപ്പിച്ചത് പ്രമാണത്തിന്റെ ഒപ്പം നിൽക്കാന്നാണ്. പ്രമാണത്തിന്റെ ഒപ്പം CPയും ഹുസൈൻ മടവൂരും നിന്നിരുന്നുവെങ്കിൽ, KK സുലമി നിന്നിരുന്നുവെങ്കിൽ നമ്മൾ അവരെ കൂടെ ഉണ്ടാകുക. APന്റെയും TPന്റെയും ഫോട്ടോ, അതുപോലെ തന്നെ അവരാകാര സൗഷ്ഠവവും, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഇവരൊപ്പം ബയലറ നടന്ന ആളുകളെ പ്രസ്ഥാനത്തിന്റെ വടിവ് കണ്ടിട്ട് പോന്നതല്ലേ ആളുകളൊന്നും ആണോ? തെളിവിന്റെ കൂടെ നിൽക്കണം എന്നാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പൊ ആളുകൾ പറയുന്നതാണ്. എങ്ങനെയാ ഓരിപ്പോ നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുമോ? ജക്കരിയ സലാഹിനെ പുറത്താക്കി, മുജാഹിദ് ബാദ്ശാഹിനെ പുറത്താക്കി, ഹുസൈൻ സലഫിനെ പുറത്താക്കി. ആരെ പുറത്താക്കിയത്? നമ്മള് നാടന്മാരില്ലല്ലോ. AP, PP, MM മദനി ഇവരൊക്കെ അല്ലേ? ഓരൊന്നും കാണാതെ വെറുതെ പുറത്താക്കോ? ഞമ്മക്ക് പോയി തിരിയില്ല, നമ്മളെ ഓരൊപ്പം നിന്നാൽ. അതിന്റെ തെളിവ് ഞാനൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട, ഓല് നോക്കിയിട്ടുണ്ടാവും. ഇതന്നല്ലേ ഖുറാഫികളും പറയണത്. EK കണ്ണിയത്ത്, അസമൂല്യര്, ഓലൊക്കെ ഇപ്പൊ നമ്മളെങ്ങനെ നരകത്തിൽ കൊണ്ടുപോകുമോ? ആയത്തും ഹദീസൊക്കെ വഹാബികൾ പറഞ്ഞ ആയത്തും ഹദീസും അതൊന്നും നമ്മൾ ചുവട് കൊടുക്കണ്ട. അതൊക്കെ ഓല് കണ്ടിട്ടുണ്ടാവില്ലേ? കണ്ണിയത്ത് കാണാത്ത ആയത്തുണ്ടാ, EK കാണാത്ത ഹദീസ് ഉണ്ടാ, അസമൂല്യർക്ക് അറിയാത്ത ഫിഖ് ഉണ്ടാ എന്ന് ചോദിച്ചിട്ടല്ലേ ഈ കൗമ അപ്പുറത്തിക്കണേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആളുകൾ ഇപ്പൊ എന്താ ചെയ്തെന്ന് നിങ്ങള് ഖുറാഫാത്തിന്റെ മുഖത്തിൽ നിന്ന് തലയെടുത്തിട്ട് 5ാം മദ്ഹബായ കേന്ദ്ര മദ്ഹബിന് മുഖത്തിന് തല വെച്ചു കൊടുത്തു. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിற்கு നമ്മളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ മർമ്മം. നിങ്ങൾ ഞങ്ങൾക്ക് തല വെച്ചേരി, ഞങ്ങളെ മുഖത്തിൽ നിൽക്കി എന്നാ പറയുന്നത്. എനിക്ക് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴാണ് സെലഫിയാകുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്തിനാന്നല്ലോ, ആ ക്വാളിറ്റി ഉള്ള സെലഫി ഇവിടെ ആവശ്യമുള്ളൂ. നിങ്ങൾ മുജാഹിദ എന്നാ ഞാനും ഉണ്ട് അറിഞ്ഞി, മറ്റോ മുജാഹിദ എന്നാ ഞാൻ സുന്നിയ, സുന്നി എന്നാ ഞാൻ മുജാഹിദ, ഓനപ്പുറത്താ എന്നാ ഞാൻ അപ്പുറത്താ, ഇപ്പുറത്തുണ്ട് എന്നാ ഞാൻ അപ്പുറത്തേക്ക് തന്നെ പോവുക. ഇത് രാഷ്ട്രീയത്തിലെ കളിയാ. അക്കളി ഇവിടെ വേണ്ട. ഇവിടെ അബ്ദുറഹ്മാൻ സലഫിനോട് വ്യക്തിവിദ്വേഷത്തിന്റെ പേരിൽ ഒരൊറ്റൊരുത്തനും ഇവിടെ നിൽക്കണ്ട. റുഖിയ ശറഈ എന്നും ദഹിക്കാത്ത ഇവിടെ നിൽക്കന്നെ വേണ്ട. ഓന് നിൽക്കാൻ കഴിയൂലതിന് യാതൊരു സംശയമല്ല. പ്രമാണങ്ങളിലുള്ളത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്തവന് ഇവിടെ നിൽക്കാൻ കഴിയൂല. നമ്മൾ മുജാഹിദാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. നമ്മൾ തഖ്ലീദിന്റെ മുഖത്തിൽ നിന്ന് മാറി പ്രമാണത്തിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. നമ്മളിങ്ങനെ കാസറ്റ് മാത്രം കേൾക്കും. ഒരൊറ്റ ഒന്നൊരു ബുക്കിന്റെ മുമ്പിൽ ഇരുന്ന് വായിക്കാൻ നിൽക്കൂല. അൽമനാർ കൂടി വായിക്കൂല. അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ കുറ്റിപ്പുറം സമ്മേളനത്തിന് വാങ്ങിച്ചതാ. അതങ്ങനെ ഇരുന്നങ്ങനെ ദ്രവിച്ചു പോകുക എന്നല്ലാതെ വായിച്ചു വെക്കണ പരിപാടിയില്ല. പുറത്തിങ്ങനെ നല്ല ചില്ലൊക്കെ ഇട്ടിട്ട് അലമാരിയിൽ വെച്ചിട്ടുണ്ടാവും. പഠിക്കാൻ തയ്യാറാകണം സുഹൃത്തുക്കളെ. അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയെങ്കിലും ഒന്ന് വായിക്കാൻ. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണി പറയുമ്പോ നമ്മളെ മുജാഹിദീങ്ങൾ ചോദിക്കാൻ, അങ്ങനെയുണ്ടോ മൂപ്പർക്ക് ഒരു ബുക്ക്? അത് കേന്നം ഇറക്കിയില്ലല്ലോ. അതാ കേന്നം ഓൽക്ക് പറ്റിയതേ പോലെ ഇറക്കുള്ളൂ. മനസ്സിലായില്ലേ? അത് അയ്യൂബി ബുക്ക് ഹൗസ് ഇറക്കിയത്. അത് പിന്നെ അമാനി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇറക്കി. അന്ന് തന്നെ നമ്മളിപ്പോഴും വായിക്കണത്. ഇപ്പൊ ഇവര് പറയുന്നത് അതൊക്കെ അമാനി ഖുറാഫിയായ കാലത്ത് എഴുതിയതാണ്. ഇവരൊന്ന് പച്ചക്ക ഒന്ന് പറയട്ടെ. പിന്നെ സ്വകാര്യം കുസുകുസു പറഞ്ഞാൽ പോരല്ലോ, തുറന്നിട്ട് പറയും അമാനി ഖുറാഫിയായ കാലത്ത് എഴുതിയാണത്. ധൈര്യത്തെങ്കിൽ പറയട്ടെ. അപ്പൊ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം അതൊന്ന് വായിച്ചു നോക്കിക്കൂടെ നമുക്ക്? അതുകൊണ്ട് നമ്മൾ വായിക്കണം, പഠിക്കണം. ചില ആളുകൾക്ക് പസ്റ്റന്താരികൾ
ഞാൻ മുജാഹിദല്ലേ, ഞാൻ എത്ര കൊല്ലായി മുജാഹിദായിട്ട് 30-35 കൊല്ലം. എനിക്കിനി എന്താ പഠിക്കാൻ, എനിക്കിനി പഠിക്കാൻ, ഞാൻ തന്നെ ഇനി പഠിക്കാൻ. അഹങ്കാരാണത്, അഹങ്കാരം. പഠിക്കാനുണ്ട്, മരിക്കോളം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് 5 ആയുസ് കിട്ടിയാലും പഠിക്കാനുള്ള വിഷയം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് കുറെ പഠിക്കാനുണ്ട്, എനിക്ക് കുറെ തിരുത്താനുണ്ട്, എനിക്ക് കുറെ അറിയാനുണ്ട് എന്നൊരു വിനയം മുജാഹിദ് പ്രവർത്തകർക്ക് വേണം. എനിക്കിഞ്ഞൊന്നും പഠിക്കാനുള്ള, എനിക്കൊക്കെ തേഞ്ഞ് തേശീലായി എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇപ്പൊ ഈ ഫിത്തന ഉണ്ടാക്കി നടക്കുന്നത്. ഓലൊന്നും പഠിക്കൂല, അള്ളാന്റെ വേണ്ടുകൊണ്ട് ഓലർക്കണമെന്ന് വായിക്കൂല. മനസ്സിലായില്ലേ? 1 മിനിറ്റ് 1 മിനിറ്റ് ക്ലിപ്പ് കൊണ്ടൊക്കെ ആളങ്ങ് മാറുന്നത്. അക്ലിപ്പെന്നോ നേരെ കേട്ടിട്ടുണ്ടാവൂല. കാര്യത്ത് സലാത്ത് ചെല്ലാന്ന് നിങ്ങൾ പറഞ്ഞു എന്നല്ലേ പറയണത്. നിങ്ങൾ ക്ലിപ്പ് ക്ലിപ്പ് കേട്ടു. അങ്ങനെ ക്ലിപ്പിലുണ്ട മനുഷ്യ നിങ്ങൾ കേട്ടോ? കേട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നു. എന്നോട് മിഞ്ഞാന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തപ്പോ നിങ്ങൾ ആ ക്ലിപ്പ് കൊണ്ടുവന്ന 1 കോടി ഉറുപ്പ്യ നിങ്ങൾക്കാണ് തരാറ്. ഞാൻ നിങ്ങളെ പ്രയാസമൊക്കെ തീർന്നോട്ടെ, 1 കോടി ഉറുപ്പ്യാണ് തരാം. അപ്പൊ പച്ച നോണേണ് പറയുന്ന മനുഷ്യന്മാർ ആരാത്? ഖുറാഫിയല്ല, ഞമ്മളെ ഖുറാഫികള്, ഞമ്മളെ കൂടെ നടക്കണമല്ല എന്ന് പറയുന്നവര്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഒരു ക്ലിപ്പ് കേൾക്കുമ്പോ ഈ ക്ലിപ്പിൽ പറഞ്ഞ ഭർത്താൻ എന്താണെന്ന് കേൾക്കാൻ, ഒരു വാചകം കേട്ടാൽ അത് എന്താ പറഞ്ഞെന്ന് ചിന്തിക്കാൻ ക്ലിപ്പുണ്ട്. എന്താണ് ക്ലിപ്പിലുള്ളത് അത് കേട്ടു നോക്കണ്ടേ? ഒരാള് ക്ലിപ്പുണ്ട് എന്നറിഞ്ഞ് വരുമ്പോഴത്തേന് നിങ്ങൾ ബേജാറാകുന്നത്. കേൾപ്പിക്ക്, ഇരിക്ക്, എന്നിട്ട് ആ വാക്കൊന്ന് കേൾക്കാൻ. എന്താ വാച ഒന്നുകൂടി വെക്ക്, നിച്ചൊന്ന് പറഞ്ഞാ ഇന്ന് കിട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? ഇത് ഖുറാഫികളെ മാതിരി ക്ലിപ്പുണ്ട് വരുമ്പോ നിങ്ങൾ ബേജാറാകണോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നമുക്കൊരു തിരിച്ചറിവ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നെനിക്കൊരു തോന്നല്. നമ്മളൊരു ആൾക്കൂട്ടമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോരുത്തർക്കും ഒരു ബുദ്ധിയും വിഷയങ്ങൾ കേൾക്കുമ്പോഴുള്ള സമനിലയോടുകൂടി അത് ചിന്തിക്കാനുള്ള ഒരു ത്രാണിയൊക്കെ വേണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ 1 മിനിറ്റ് 1 മിനിറ്റ് ക്ലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ. അങ്ങനത്തെ ഒന്നും ഇവിടെ ആവശ്യമല്ല. ഓനൊക്കെ പോകേണ്ട തന്നെ. അത് നാര്യത്തോണ്ടെങ്കിൽ നാര്യത്തോണ്ട് പോയി കിട്ടുമല്ലോ. ആ ജാതി കുറെ ഇഞ്ഞുണ്ട് ഇതില്. ഞാൻ പണ്ട് പറയുന്നത് കുറെ പോകാണ്ട്, ഇപ്പോഴും ഞാൻ പറയാണ് ഇത് ഇനിയും കുറച്ചാൾ പോവാണ്. ഇത് ക്ലീൻ ആയിട്ടില്ല, ഇത് ക്ലീൻ ആയിക്കൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. ഇത് ഇനിയും കുറച്ചാൾ പോവാണ്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഓര് പോകുന്ന വേണം. ഒരിക്കലും നിൽക്കാൻ കഴിയൂല. ഓല് എത്ര കൂട്ടിപ്പിടിച്ചിട്ട് കുട്ടികളെ നിർത്താനും കഴിയൂല. കാരണം അത് അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകണം, ചിന്തിക്കാനും വായിക്കാനും മനനം ചെയ്യാനും തയ്യാറാകണം. ആ നുഖത്തും വന്ന് ഖുറാഫി പൗരോഹിത്യത്തിന്റെ നുഖത്തുനിന്ന് മുജാഹിദ് പൗരോഹിത്യത്തിന്റെ നുഖത്തിലേക്ക് തല വെച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനത്തെ അവിടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിത്യേന ദീൻ പഠിക്കുന്നവരാകണം നമ്മൾ. പല ആളുകളും ചോദിക്കാറുണ്ട്, സഹാബികൾക്കൊക്കെ എന്നും ഈ ആവേശം തണുക്കാതെ നിലനിർത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവര് ദീൻ കൃത്യമായി പഠിക്കുന്നവരായിരുന്നു. അവർക്ക് പോസ്റ്റർ ഒട്ടിക്കലായിരുന്നില്ല പണി. നമ്മുടെ ആളുകളുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ ഉഷാറാ. അതല്ലാതെ ആ പോസ്റ്റർ ഒട്ടിച്ച പരിപാടിയോ കേൾക്കാൻ പോകില്ല. പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും, 15 പോസ്റ്റ് 25 പോസ്റ്ററൊക്കെ ഒറ്റ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ പരിപാടിയോ കേൾക്കാൻ പോകില്ല. അതിന്റെ വിഷയം എന്താന്ന് കൂടി ഒന്ന് നോക്കിയിട്ടുണ്ടാവില്ല. ആ പോസ്റ്ററോടെ പോസ്റ്റർ എടുത്തു, പശ തേച്ചു, ഒട്ടിച്ചു, ഖലാസ്, ഓന്റെ പണി കഴിഞ്ഞു, ഓൻ പോയി കിടന്നു. അതുകൊണ്ട് എന്താ കാര്യം? പോസ്റ്റർ ഒട്ടിക്കണം എന്തിനാ? നമ്മളെ കൊണ്ട് പറഞ്ഞാ എത്തായിട്ട അല്ലേ? തിരക്ക് പിടിച്ച ലോകത്ത് ജനങ്ങൾക്ക് വിവരമറിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആളുകൾ വായിക്കുന്നവർക്ക് പൈസയും ചെലവാക്കി ഒരു പോസ്റ്ററിന് 2 റുപ്യ 3 റുപ്യ 5 റുപ്യ ഒക്കെ വരുന്നുണ്ട്. ഒട്ടിക്കണേ നമ്മള്. അത് ഒട്ടിക്കുന്നതിന് പോണ്ടേ? ആ പരിപാടിനെ പറ്റി ആലോചിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വന്നാലുള്ള അവസ്ഥ എന്താ? ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, തടി മാത്രം ഇവിടെ. മറ്റത് ഓണാക്കിയിട്ട് വൈബ്രേഷൻ ഇട്ടുണ്ടാവും. ആരാപ്പ വിളിക്കണേ, ആരാപ്പ വിളിക്കണം, എടുത്താ ചീത്തറിഞ്ഞ് വിചാരിച്ച് എടുക്കാക്കുക. എന്താ അതുകൊണ്ട് കാര്യം? തടി മാത്രം ഇവിടെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മനസ്സ് ഇവിടെ ഇല്ലാതെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹാബികളൊക്കെ എന്നുമെന്നും ദീന് പഠിക്കുന്നവരായിരുന്നു. പഴയ മുജാഹിദ് പ്രവർത്തകർ ദീന് പഠിക്കുന്നവരായിരുന്നു, ഖുർആൻ പഠിക്കുന്നവരായിരുന്നു. അവര് വൈകുന്നേരം വരെ. അപ്പൊ സുഹൃത്തുക്കളെ, പഴയ മുജാഹിദ് പ്രവർത്തകർ പഠിക്കുന്നവരായിരുന്നു. അവര് പഠിക്കുന്നു മാത്രല്ല, അവര് ഖുർആനെ പറ്റി അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളെ അവസ്ഥ എന്താ? QHLS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തിയാൽ എത്ര ആളേലും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്? പങ്കെടുക്കൂല.
ഒരു എഴുതി വായിക്കുക, സീരിയസ് ആയിട്ടൊരു ദീനി കാര്യം പഠിക്കുക ചെയ്യുന്ന ആളുകൾ വളരെ കുറവാ. ഇങ്ങനെ വന്നൊരു ഒച്ചയും കേട്ട് പോകും. അവർക്ക് എപ്പോഴും ഒരു ഒച്ച വേണം. ചില ആളുകൾ വന്നിട്ട് പറയും, മൗലവി ഒരു പരിപാടി വേണം, അവിടെ എന്താ പ്രവർത്തനമൊക്കെ വളരെ മന്ദീഭവിച്ചിരുന്നു, ഒന്ന് ഉഷാറാക്കണം, അതിനെന്താ വേണ്ട, ഒരു പരിപാടി വെക്കണം. എന്താ വിഷയം വരണ്ടേ? എന്ത് വിഷയമായാലും ഇല്ല, ഒരൊച്ച അവിടെ ഉണ്ടായാൽ മതി എനിക്ക്. അപ്പൊ എന്നെ പരിപാടി വെച്ച് നോട്ടീസ് അടിച്ച് പോസ്റ്റ് അടിച്ച് അപ്പച്ചി നോട്ടീസ് ഒട്ടിക്കുക, ഞാൻ പോസ്റ്റ് മറ്റോ മൈക്കേൽപ്പിക്കുക, ഇപ്പം കസാല കൊണ്ടുവരാ, ഓ സോറി 2 ദിവസം. ഇവനും കൂടിയെ കേൾക്കൂല. ആ പരിപാടി വെച്ച സംഘാടകരത് കേൾക്കൂല. നാട്ടുകാർക്ക് ഉപകാരപ്പെടും ചിലപ്പോ. ഇത് ഇനി നിർത്തണം. ഈ ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇടയ്ക്കിടെ കാമന്റെ മൂട്ട് തീ കൊടുക്കുന്ന മാതിരിയാ. തീ കാറ്റിയാൽ ഒറ്റയാണ് പോകും, ഇനിയും അവിടെ കിടക്കും, ഇനിയും തീ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ആവേശം, അതുകൊണ്ടൊന്നും ആവേശം ഉണ്ടാവില്ല. എന്നും ദീന് പഠിക്കുന്നവരാകണം നമ്മള്. ആളുകൾ പല ആളുകളും പഠിക്കണതിന് എന്തിനാറിയോ? ശറഈയായ ഇൽമ് നേടുന്നത് ഒരു ഇബാദത്താണ് എന്ന നിലക്കല്ല, തർക്കിക്കാൻ വേണ്ടി പഠിക്കുക, തർക്കിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക. മൻ ത്വലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാഅ ഔ യുമാരിയ ബിഹി സുഫഹാഅ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു അൻ-നാർ. ആരെങ്കിലും ഇൽമ് തേടി, ശറഈയായ ഇൽമ് തേടി, എന്തിനു വേണ്ടി? പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ വിവരമില്ലാത്ത പാമരന്മാരോട് തർക്കിക്കുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ജനശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി ഇൽമ് തേടിയാൽ അവരല്ല സ്വർഗത്ത് കടത്തുന്നല്ല പറഞ്ഞ്. എന്താ പറഞ്ഞ്? നരകത്തിൽ കടത്തും. അപ്പൊ തർക്കിക്കാൻ വേണ്ടിയാ ചില ആൾ പഠിക്കണ തന്നെ. തർക്കത്തിന് വേണ്ടി പഠിക്കുക. തർക്കം മാത്രമേ അവർക്ക് അറിയുള്ളൂ. തർക്കം തന്നെ അതിന്റെ മർമ്മം എന്താന്നോട്ട് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള സംഗതികൾ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് സ്വതന്ത്രമായിട്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഒന്നുമില്ലെങ്കിൽ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ഒരു പേജെങ്കിലും നിത്യം വായിച്ചോട്ടെ. ഒരു മൗലവിയും വേണ്ടല്ലോ അതിന്. ഒരാളെ നിർത്തി വെച്ചിട്ട് ഒന്ന് ഇരുന്ന് വായിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് പോയിക്കൂടെ? സുബൈന്റെ ശേഷോ യശാന്റെ ശേഷോ ഖുർആൻ പഠിക്കുന്നിടത്തേക്ക് നമ്മൾ വരണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറബി ഭാഷന്റെ ഒക്കെ പ്രാധാന്യം, അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എത്ര പറഞ്ഞു. ആദ്യകാലത്ത് ഒരുപാട് ആളുകൾ പഠിച്ചിരുന്നു, ആളുകൾ പഠിക്കാൻ തയ്യാറില്ല. 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഗൾഫിൽ നിന്നാലും ഈ മലയാള കേസറ്റിന് കെട്ടിത്തിരിഞ്ഞിട്ട് പോരുക എന്നല്ലാതെ ഒരു അറബി വാക്കും പഠിക്കൂല. തല നൂർത്തിയൊന്ന് വായിച്ചാൽ 10-15 ബോർഡ് വായിച്ചാൽ എത്ര വാക്ക് പഠിക്കും? അവിടുത്തെ പീഡിയന്റെ ബോർഡ് വായിച്ചാൽ പഠിക്കും കുറെ അറബി. പഠിക്കൂല. 30 കൊല്ലം പോയാലും ഓന് ജീവിക്കണ്ട, കഫീലിനോട് തർക്കിക്കണ്ട 4 വർത്താനം പഠിച്ചു വരുന്നല്ലാതെ അറബി പഠിക്കൂല. അറബി പണ്ഡിതന്മാരെ ക്ലാസ് കേട്ടിട്ടൊന്നും ഇരിക്കൂല. അങ്ങനെ കേൾക്കണം എന്നൊരു താല്പര്യമല്ല. മലയാള കേസറ്റിൽ തുടങ്ങി മലയാള കേസറ്റിൽ അവസാനിക്കുക. 25-30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എന്താ ഈ മനുഷ്യന്മാർക്ക് അവസ്ഥ? അതുകൊണ്ട് ആ രീതികൾ മാറ്റി പഠനത്തിലേക്കും ശരിയായ സീരിയസ് ആയി ഗൗരവപൂർവ്വം ദീന് പഠിക്കുന്നതിലേക്ക് നമ്മുടെ ആളുകൾ വരണം. എങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്കൂട്ടത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വിലപേശൽ ഇവിടെ നടത്തുകയില്ല, ആരും ഇവിടെ ഉദ്ദേശിക്കണമില്ല. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ട്. ആരപ്പാണ് ആള് കൂടുതൽ, ആരപ്പേരായിക്കോട്ടെ, നമുക്കെന്താ, നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ടോ? അതൊരു വിഷയമല്ലല്ലോ. നമുക്ക് നമ്മൾ അജണ്ട നിശ്ചയിക്കുന്നത് എതിരാളികൾ ഒരു സമ്മേളനം നിശ്ചയിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആളുകള് അവരെ വേറെ മശൂലാക്കാം, അതിന് വേറെ നമ്മൾ സമ്മേളനം നമ്മൾ നിശ്ചയിക്കുക. ഒരാവശ്യമല്ലാതെ ഇങ്ങനെ നമ്മൾ അജണ്ട നമ്മൾ നിശ്ചയിക്കുന്നത് എതിരാളിനെ നോക്കിയിട്ടാ. ആ അവസ്ഥ വരാൻ പാടില്ല. ഈ നാട്ടിൽ ഈ ദഅവത്തുമായി മുന്നോട്ട് പോകേണ്ട ആളുകൾ കൊണ്ടോട്ടിയിൽ എന്താ ദഅവത്ത് നടത്തേണ്ടത്? അത് CD ടൗണിൽ സർക്കിൾ വരാൻ കാത്തിക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ എവിടേക്കാ തൗഹീദ് എത്താത്ത സ്ഥലങ്ങള്, അത് എത്തിക്കാനുള്ള വഴി എന്താ? കൊണ്ടോട്ടിക്കാരിരിക്കട്ടെ, ചെറിയോനും വലിയോനും ഇരിക്കട്ടെ, എന്നിട്ട് അവരെ സാധ്യതക്കനുസരിച്ച് അവർ പരിപാടികൾ ആസൂത്രണം ചെയ്യട്ടെ. അങ്ങനെ അതിനുവേണ്ടി പഠിക്കുകയും അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഒരു പ്രശ്നമല്ല. നമ്മളെന്തിനായി ടെൻഷൻ ആകണത്? പല ആളുകൾക്കും ടെൻഷൻ വേറെ സംഘടനക്കാർ വളർന്നങ്ങായി പോകുന്നു. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഏൽപ്പിച്ചത് അല്ലാഹു? എന്തിനാ നമ്മൾ ബേജാറാകുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, അതിന്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ ബേജാറാകാതിരിക്കുക. ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ ഉത്ബോധനം നടത്തുന്ന ഒരു വ്യക്തി മാത്രമാകുന്നു, അവരുടെ മേൽ അധികാരം ചെലുത്തൽ താങ്കൾക്കില്ല.
അധികാരം ചെലുത്തുന്ന ആളല്ല നിങ്ങൾ, പറയേണ്ടത് പറഞ്ഞാൽ മതി. വിശ്വസിക്കണോ വിശ്വസിച്ചോട്ടെ, അല്ലാത്തോ തള്ളിക്കളഞ്ഞോട്ടെ. അതുകൊണ്ട് ബേജാറാകേണ്ട പ്രശ്നമില്ല, നമ്മൾ ടെൻഷനാകേണ്ട കാര്യമില്ല. നമ്മളെ ആള് കുറഞ്ഞാലും വേണ്ടി 10 ആണെങ്കിൽ 10 മതി കൂട്ടരെ, 10 മനുഷ്യനാകണം. നമുക്ക് ആള് കൂടി മനുഷ്യൻ കുറഞ്ഞു, അതാപ്പുള്ള പ്രശ്നം. ആള് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ക്വാളിറ്റി ഉള്ളത് 10 ആണെങ്കിൽ 10 മതി, അതുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ആൾക്കൂട്ടത്തെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ചെപ്പിടി വിദ്യക്കും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനം കേവലം ഒരാൾക്കൂട്ടമല്ല. ഇവിടെ കുറെ ആൾക്കൂട്ടങ്ങളുണ്ട്. സുന്നിക്കൂട്ടം, ജമാഅത്ത് കൂട്ടം, തബ്ലീഗ് കൂട്ടം, പല കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കൂട്ടമല്ല നമ്മൾ. പിന്നെയോ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും അനുഷ്ഠാനത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലുമൊക്കെ വ്യതിരിക്തത പുലർത്തുന്ന മാതൃകാ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ശരാശരി മുസ്ലിങ്ങൾ ഉണ്ടാക്കാനുള്ള പണിയല്ല. 10 സമുദായത്തിന്റെ കണക്കിൽ ജാതിപ്പേര് ചോദിക്കുമ്പോ മാപ്പിള മുസ്ലിം എന്നെഴുതാവുന്ന കുറെ മാപ്പിള ജാതിനുണ്ടാക്കാനുള്ള പണിയല്ല നമ്മള്. അതിവിടെ രാഷ്ട്രീയക്കാർ ചെയ്തോളും. ഓൽക്ക് ബെരലേ ആവശ്യമുള്ളൂ. കുടിച്ചാലും ശരി, കളിച്ചാലും ശരി, പിടിച്ചാലും ശരി, മാപ്പിളയായാൽ മതി. ഓന്റെ ബെരലേ ഓൽക്ക് ആവശ്യമുള്ളൂ. നമ്മക്കതല്ല. നമ്മക്കങ്ങനെ തലയെണ്ണീറ്റ് ഇവിടെ ആളുണ്ടാക്കേണ്ട പ്രശ്നമേ ഇല്ല. നമുക്ക് ആദർശത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. അല്ലേ? ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ ഞങ്ങളെ. ഇവിടെ ഇമാമിന് തഫ്സീറിൽ 2 അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുത്തഖീങ്ങളുടെ മുമ്പിൽ നടക്കുന്ന സാധാരണ ഇമാം എന്നുള്ള അർത്ഥത്തിൽ, മറ്റൊന്ന് മുത്തഖീങ്ങളെ പിൻപറ്റി നടക്കുന്നവർ. എന്തായാലും 10 ശരാശരി മുസ്ലിമാകുക എന്നതല്ല. മുത്തഖീങ്ങളെ പിൻപറ്റി നടക്കുന്ന, മുത്തഖീങ്ങളെ മുമ്പേ നടക്കുന്ന ആളുകളാക്കണേ ഞങ്ങളെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വഹാബത്തിനെ കുറിച്ച് അല്ലാഹ് പ്രശംസിച്ച് പറഞ്ഞ വാക്കെന്താ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. കണ്ടോ? ആ ക്വാളിറ്റി അവസാന കാലം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ലഭിക്കണം. മറ്റു ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറണം. സലഫി സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റാൾക്കൂട്ടങ്ങളെ പോലെ അധപ്പതിക്കാൻ പാടില്ല. മറിച്ച് വേറിട്ടു നിൽക്കുന്ന, നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി കൊണ്ട് എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കണ്ടിട്ട് ആളുകൾക്ക് എന്താണ് ഇസ്ലാം, എന്താണ് സലഫി ആദർശം എന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ, അവർക്ക് ഭൗതിക വിഭവങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ അവരെ കൊണ്ടൊരുപാട് മാറ്റമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞ വെറും 2 പതിറ്റാണ്ടും ഒരൽപ്പവും അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. റസൂൽ വഫാത്താകുന്നതിന്റെ 2 കൊല്ലം മുമ്പ് മക്കാ വിജയം നടന്നു. അല്ലേ? വഫാത്തിനോടടുത്തനുബന്ധിച്ചിറങ്ങിയ ആയത്ത സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് പ്രവാചകരെ താങ്കൾ കണ്ടാൽ. ഇസ്ലാം അങ്ങനെ ദ്രുതഗതിയിൽ ഇസ്ലാം പ്രചരിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ ആദർശം ആദ്യകാലത്ത് വളരെ ദ്രുതഗതിയിൽ പ്രചരിച്ചു. നമ്മൾ പറഞ്ഞ ഇസ്ലാഹി ആശയങ്ങൾ ആളുകൾക്ക് മനസ്സിലായി. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട്, മുസ്ലിം സമൂഹത്തിൽ ബിദ്അത്തുണ്ട്, മുസ്ലിം സമൂഹത്തിൽ കുഫറുണ്ട്, ആളുകൾക്ക് വേഗം മനസ്സിലായി. ആളുകൾ ആശയത്തിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ വന്ന ആളുകളെ അവരെ വീണ്ടും അതന്നെ പറഞ്ഞു കൊടുക്കുക, അവരെ സലഫി മൻഹജ് അനുസരിച്ച് തർബിയ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തില്ല വേണ്ടതുപോലെ. അതാണ് ഇന്നത്തെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം. ഇസ്ലാഹി ആദർശം മനസ്സിലാക്കിയ ഒരേ ആൾക്കൂട്ടം നമ്മളെ കൂടെ ഉണ്ട്. പക്ഷേ ഈ തർക്ക വിഷയങ്ങളൊക്കെ മനസ്സിലായി, തൗഹീദ് എന്താ, ശിർക്ക് എന്താ, സുന്നത്ത് എന്താ, ബിദഅത്ത് എന്താ എന്ന് മനസ്സിലായ ആളുകള് സഹാബികൾ ജീവിച്ചതുപോലെ, താബികൾ ജീവിച്ചതുപോലെ മാതൃകാ പുരുഷന്മാരായി അവരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം, അവരെ സലഫി തർബിയ നടത്തേണ്ട ഉത്തരവാദിത്തം, അത് നിർവഹിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല.
ഇനിയും നമ്മൾ അവിടേക്ക് പോണില്ലേ? ഇനി പഴയ ഇസ്ലാഹിയത്ത് മാത്രം പറയാ. അതാണ് ഇപ്പൊ ടി പി ഒക്കെ പറയുന്നത്. എന്തൊരു നല്ല കാലമായിരുന്നു. ആ 5-8 വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയാൽ എല്ലാവർക്കും തിരിയും. തീർത്തും പേർത്തും അതന്നെ പറയാ. അത് പറയണം. അത് പുറത്ത് നമ്മൾ അതന്നെ പറയേണ്ടത്. അത് കേട്ടിട്ട് വന്നവരോട് പിന്നെ അതന്നെ പറയാ. ഓനെ നന്നാക്കണ്ടേ? അതുകൊണ്ടാണല്ലോ 20-25 കൊല്ലം മുജാഹിദായി നടന്നിട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ. ചില ആളുകൾ പറയും, ഇവരൊക്കെ ഇവിടുത്തെ മുജാഹിദ്, മുജാഹിദ് നമ്മക്ക് വേണ്ടിട്ട് അറിയും. അല്ല, നിങ്ങളെ കുറെ കാലാൽ നമ്മളെ ബാനു ഇതൊക്കെ കേൾക്കാൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളെ നാട്ടിലൊന്നും നിങ്ങളെ കാണില്ലല്ലോ. ഞങ്ങളെ നാട്ടിലെ മുജാഹിദിനെ കണ്ട ഒരൊറ്റ മുജാഹിദാവൂല. ഞങ്ങളെ നാട്ടിൽ കുറച്ച് മുജാഹിദികൾ മരിച്ചു തീരാണ്. ഓല് മരിച്ചാൽ ഞങ്ങളൊക്കെ മുജാഹിദാവും. ഓല് മരിച്ചു കിട്ടണം. കാരണം ഓല അവിടുത്തെ തടസ്സം. ആരും മുജാഹിദാകാൻ ഓല അയക്കൂല. എന്നാ ഓലിത് പോട്ട് വിട്ടുകൊടുക്കൂല. ഞങ്ങളെ പാപ്പാരത് ഇവിടെ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് മുറുക്ക പിടിച്ച് കുത്തിരിക്കുക. മനസ്സിലായില്ലേ? പുൽക്കൂട്ടിലെ പട്ടിന്ന് കേട്ടിട്ടില്ല നിങ്ങള്? പുല്ലിട്ടൊടുത്തിന് പശുവിന് തിന്നാനോട്ട് അയക്കൂല. അതിന്റെ മേലപ്പം കടന്നിക്കുക പട്ടി പോയിക്ക്. എന്നാ പട്ടി തിന്നു ഈ പുല്ല് ഔട്ടില്ലേ? അങ്ങനത്തെ കുറെ സാധനങ്ങള് നമ്മുടെ ചില മഹല്ലുകളിലൊക്കെ ഉണ്ട്. അത് പുളിക്കലുണ്ടാവും, എടത്തനാട്ടി ഉണ്ടാവും, കൊതായി ഉണ്ടാവും, എടവണ്ണി ഉണ്ടാവും, ചിലപ്പോ കൊണ്ടോട്ടി ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പഴയ മുജാഹിദുകൾ ഉള്ളോടത്തൊക്കെ ഉണ്ടാവും. ആ സോക്കടേരാണ് ഇപ്പോ അധികം അപ്പുറത്തേക്ക് നിന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് എണ്ണി നോക്കാണി. അപ്പുറത്ത് നിന്ന് ഓരോരുത്തരെയും നിങ്ങൾ നോക്കാണി. ഈ പാരമ്പര്യത്തിന്റെ തയമ്പ് തപ്പല്ലാതെ ഓരൊക്കെ എന്താ അവിടെ ചെയ്യുന്നത്? എന്റെ അപ്പാപ്പ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് നടന്നു വയ്ക്കുന്നു, വയലിലേക്കാം, അൽമോനിന്റെ വയലിലേക്ക് അടുത്തനാട്ടിലൊക്കെ നീന്തി പോയിക്കണ്. ടോർച്ചില്ലാതെ സുറോം കുറ്റി എത്തിച്ച് വയ്ക്കണ്. ഇതൊക്കെയാ വർത്താനം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മൂന്ന് തയമ്പുണ്ടാവോ? പാപ്പാക്ക് ആന ഉണ്ടായി, നമ്മൾ ആന വാങ്ങണം, നമ്മൾ ആനപ്പുറത്ത് കയറണം, നല്ലോണം കാര്യമല്ലേ തയമ്പുണ്ടാവുള്ളൂ. അതാ വേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ജാതി ആളുകളെ അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ശിർക്ക് ജീവിതത്തിലില്ല. യാർത്തങ്ങ പോവില്ല, ഇസ്തിഹാസൊന്നുമില്ല, മൗലി മൗലൂദൊന്നുമില്ല, അടിയന്തര ആണ്ടൊന്നുമില്ല, കുത്തുബിയത്തു റാത്തീബൊക്കെ ഒഴിവാക്കി. ഇതൊക്കെ ഒഴിവാക്കിയാൽ അതിന്റെ അപ്പുറത്തേക്ക് പോണം. സ്വകാര്യ ജീവിതത്തിൽ എന്താ അവസ്ഥ? സ്വഭാവശുദ്ധി ഉണ്ടോ? പല ആളുകളെ അവസ്ഥ എന്താ? അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാ പലയിടത്തും. ഓനവിടുത്തെ 35 കൊല്ലം മുമ്പുള്ള മുജാഹിദ് എന്നും പറഞ്ഞിട്ട് അഹങ്കരിച്ച് നടക്കുക. വേറൊരാള് പള്ളിയിൽ വന്നാൽ ഓന്റെ തറവാട്ടിൽപ്പെട്ട അല്ലാത്ത ഏതെങ്കിലും ഒരാള് മുജാഹിദ് പള്ളിയിൽ വന്ന് ഓനൊരു നോട്ടം. എന്നാ എമ്മോട്ടിന്റെ കണ്ണുള്ളപ്പോ നമ്മളെ പള്ളിയില് എന്താ പോന്റെ വിചാരം? കുറേ ദിവസം വന്ന ഇപ്പൊ പള്ളി കമ്മിറ്റിക്കേറ്റ കേറിക്കാടുവോ? ഈ ജാതിയ ഒരുത്തനെയും വരാനേക്കില്ല. ആ ജാതി സ്വഭാവ, ആ ജാതി ആളുകളുണ്ടല്ലോ, കുറെ എണ്ണത്തിന് ഫിൽറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പോയത് ക്ലിയർ ആവും. അന്ന് ഇറക്കുന്ന ഫിൽറ്ററിങ് അതൊക്കെ ഇടക്കിടക്ക് അല്ലങ്ങനെ അരിച്ചെടുക്കുക. ഇജാതി സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്താൻ ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടിക്കുക. നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. പള്ളി മദ്രസക്കൊരു മുറുക്കി പിടിച്ച് കുത്തിർന്നോട്ടെ, ഓല് അതേറ്റ് അയിമൊക്കെ തന്നെ കടന്ന് മരിച്ചോട്ടെ, അതിന്റെ കേസേറ്റ് കോടതി വരാനേ കിടന്ന് മരിച്ചോട്ടെ. നമ്മക്കെന്താ ചെയ്തോ? നമ്മളോട് വർഷം ചോദിക്കോ? അപ്പൊ അതുകൊണ്ട് ഖിയാറുക്കും മഹ്സനുക്കും മഖലാക്ക, നിങ്ങളിൽ ഉത്തമന്മാർ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാകുന്നു എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്കലു ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ. കണ്ടോ? മുഅ്മിനിന്റെ തുലാസിൽ നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാകുന്നു. സൽസ്വഭാവമുള്ള മുജാഹിദ് പ്രവർത്തകരെയാണ് ആവശ്യം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുപാട് ഭയന്നൊന്നും വെക്കണ്ട. നിങ്ങൾ പഠിച്ചത് വിനയത്തോടെ നിങ്ങൾ പ്രബോധിയ സമൂഹത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇത് 4 ആളുണ്ടാവും. അപ്പത്തന്റെ 5 സെന്റ് സ്ഥലം വാങ്ങും. എന്നിട്ട് അവിടെ തണ്ടി ഇവിടെ തണ്ടി ഒരു ചെറിയ പള്ളി കുത്തിക്കൂട്ടും. അതോടെ കഴിഞ്ഞ് പിന്നെ ക്ലോസറ്റിലെ വെള്ളം മാരിയ കൂടില്ല, കുറയില്ല. ആ നാട്ടിലെ മുസ്ലിമീങ്ങളായിട്ട് ഒരു ബന്ധവും പിന്നെ ഉണ്ടാവൂല. നമ്മള് മുജാഹിദല്ലേ കഴിഞ്ഞ് ഒരു ഈ രൂപത്തിൽ ഇങ്ങോട്ട് ശരിക്കും മേർച്ചയച്ചാറ അവിടെ നല്ല പ്രവർത്തനമാണ്. എന്താ പ്രവർത്തനം? പള്ളി മദ്രസും, മദ്രസും പള്ളി, മദ്രസും പള്ളി, പള്ളി മദ്രസും. ആകെ 25 കുട്ടികളുണ്ടാവും. ഒക്കെ പാടെ കുട്ടി 75 ആള് ജുമയക്കും ഉണ്ടാവും. 5 അല്ലായി അല്ലെങ്കിൽ 10 അല്ലായാലും അപ്പുറം അങ്ങനെ തന്നെ. കേസ് പറയുമ്പോൾ ക്ലോസറ്റിലെ വെള്ളം മാരിയ നല്ല പ്രവർത്തനാണ്. AP വരണ്ട് ചവിട്ടിൽ ഉൾപ്പെടുന്ന മാരിയാണ്. പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. ഓനല്ല ഒച്ചയ്ക്കാർ, പുറത്തേക്കൊരു പ്രവർത്തനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ജാതി പ്രവർത്തനം കൊണ്ട് കാര്യമില്ല.
നമ്മൾ ആദ്യം തന്നെ 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് മുസ്ലിം ഉമ്മത്ത് നിന്നിട്ട് വേറിട്ട് നിൽക്കുക. ഓലൊറ്റൊരു ബന്ധമല്ല. പിന്നെ ആരോടെ നിങ്ങൾ ദേവത്തെത്ത? നമ്മുടെ പ്രബോധിയ സമൂഹമല്ല ഇവര്. അവരിട്ട് ബന്ധം വേണ്ടേ നമുക്ക്? ബന്ധം നടന്ന ദേവത്തിനായിട്ട് തന്നെ അസ്സലാമലൈക്കും അയമുട്ടിയാക്കാൻ ഞാൻ കുറച്ച് മുജാഹിദ് പറയാൻ വന്നതാ. പോടാ അവിടുന്ന് അറിയില്ല. അയമുട്ടിയാക്കാനായിട്ട് വേറെ ബന്ധം ഉണ്ടാകണം. എന്നാ അയമുട്ടിയാക്കാനോട് അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇതും പറയാ. ഒരു മുസ്ലിം എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിൽ ആളുകളോട് ബന്ധം വേണം. ആ നിലക്ക് അവരോട് ദീനിയായ ബന്ധം വേണം. അതിനെന്ത് വേണമെന്നറിയോ? സ്വഭാവം കുറച്ച് നന്നാകണം. സ്വഭാവം നന്നാകാത്തതിന്റെ മുമ്പിൽ നിന്നോ ഇത് മുരടിക്കുള്ളൂ. അത് ഏറ്റവും വലിയ നേതൃത്വത്തിൽ ഉണ്ടാകും. അങ്ങനെ തന്നെയാണ്. ചില ആള് പറയും, ഞാൻ ഒരാളെ മുജാഹിദ് സെന്ററിൽ കൊണ്ടുപോയി, അതിനാൽ അയാൾ ഇന്നും മുജാഹിദായിട്ടില്ല. മുജാഹിദ് സെന്ററിക്ക് വെറുതെ കൊണ്ടുപോയതാ. മുജാഹിദ് സെന്ററിൽ ചെന്നപ്പോ നേതാക്കന്മാരെ 5 മിനിറ്റ് എടുത്ത സ്വഭാവം. ഓൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടട്ടെങ്കിൽ മുജാഹിദ്, അമ്മ ഉലവിന്റെ മുജാഹിദ്. ആളുകൾ പ്രശ്നം കൊണ്ട് ചെന്ന വാദപ്രതിവാദ ശൈലിയിൽ ഓനെ വീഴ്ത്തിക്കളയാ. ഓന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത്. ഈ മൗലികർക്ക് ഒരു പരിഹാസം, മറ്റേ മൗലിക ഒരു പരിഹാസം. എന്നിട്ടിപ്പം പറഞ്ഞതിനെ ഡിം നാക്കി ഓനെന്ത് കിട്ടി? അതാ മുജാഹിദ് സെന്റർ ചെന്നുള്ള അവസ്ഥ. മുജാഹിദ് സെന്റർ പോയാൽ പിന്നെ മുജാഹിദാവില്ല. അപ്പൊ ആ രീതിയിലാണ് നമ്മളൊക്കെ സ്വഭാവം. മേലെ നിന്നിട്ട് താഴെ വരെ നമ്മൾ പരിശോധിക്കണം നമ്മുടെ സ്വഭാവത്തെ കുറിച്ച്. നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വയം വിമർശനത്തിന്റെ സദസ്സ. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞ് പരിശോധിച്ചു നോക്കണം. മുജാഹിദ് ആകുമ്പോ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട്. എനിക്ക് ഇനിയൊന്നും പഠിക്കാനുള്ള, എനിക്കെല്ലാം തേഞ്ഞു എന്നുള്ളൊരു ഭാവം. ഇഅ്ജാബുൻ ബിന്നഫ്സ് എന്നാ പറയാ. സ്വന്തത്തെ കുറിച്ച് അമിതമായ മതിപ്പ്. ആ മതിപ്പുണ്ടായാൽ പിന്നെ തിരുത്താനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇടയിലിരുത്തത്തിൽ നമ്മൾ പറയും മജ്ബുർനി. എന്താ അതിന്റെ അർത്ഥം? എന്റെ ന്യൂനതകൾ പരിഹരിക്കണേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് കുറെ ന്യൂനതകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ആ തിരിച്ചറിവ് വിനയത്തിൽ നിന്നുമാണ് നമ്മൾ ആദർശം പഠിച്ച് നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടോ, ഈ ആദർശം പ്രചരിക്കുന്നതിന് ഈ നാട്ടിൽ ഞാൻ തടസ്സമാണോ, ഞാൻ മാറി നിൽക്കണം. അതാ വേണ്ടത്. ഓരോ നാട്ടിലെയും ചില കീറാകുട്ടികളാണ് ഈ ആദർശ പ്രചരണത്തിന് തടസ്സം. അതാ ഞാൻ പറഞ്ഞവരൊക്കെ മരിച്ചു കിട്ടിയെങ്കിൽ ആളുകൾ ദ്വേർക്കും. അവിടെ ആദർശം പ്രചരിപ്പിക്കാൻ തടസ്സം ഓനായിരിക്കും. എത്ര മുന്തിയ ആദർശം പറഞ്ഞാലും അബൂക്കറിനെ മുജാഹിദല്ലേ, മുജാഹിദ് നമുക്ക് കേൾക്കണം. അങ്ങനെ അബൂക്കർ അത്ര ഉഷാറാ നാട്ടില്. ആ കുഞ്ഞാമുന്റെ മുജാഹിദല്ലേ, അത് നമുക്ക് കേൾക്കണ്ടാരും. അതാണ് മുമ്പിൽ നിൽക്കണം. മോശമായുള്ള കുഴപ്പത് ഏത് നാട്ടിലായാലും ശരി, നിങ്ങൾ എത്ര വയലോടെ വെച്ചിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ഒരുപാട് ഇതിനു വേണ്ടി ചെയ്തിട്ടില്ലെങ്കിലും ഇതിന്റെ പ്രചാരണത്തിൽ നമ്മൾ തടസ്സമാകരുത്. ഈ ആദർശം പ്രചരിക്കുന്നതിന് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ തടസ്സമാകരുത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ കമ്മിറ്റികളൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരിക്കൽ സെക്രട്ടറി ആയാൽ പിന്നെ ഓനെന്നെ സെക്രട്ടറി ആകുന്ന. മരിച്ചൊരു കൊത്ത് മണ്ണോ എന്റെ ഗവർമ്മക്കൻ ഇട്ടാലേ വിടുള്ളൂ കസാലം വന്നു. മറ്റ് പല പ്രസ്ഥാനങ്ങളിലൊക്കെ 1 or 2 ടേം സെക്രട്ടറി പിന്നെ ആകാൻ പാടില്ല നിയമം കൊണ്ടുവന്നു നിൽക്കുക. വേറെ ആളുകൾക്ക് അവസരം കൊടുക്കണ്ട. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മറ്റൊക്കെ നിയമം കൊണ്ടുവന്നു അല്ലെ? ഇപ്പൊ ലീഗിലും കൊണ്ടുവന്നു തോന്നുന്നു നിയമം. കൊണ്ടുവരേണ്ടി വരും, നടക്കൂലല്ലെങ്കിൽ. ഈ കസാലമ പിടിച്ച് കുത്തിരിക്കും ചില ആളുകള്, മരിച്ചാലും വിടൂല. ആ രൂപത്തിൽ എന്താ അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമല്ല സോക്കട. അപ്പൊ അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഓന്റെ എല്ലാ ദൂഷ്യവും ആ നാട്ടിൽ എന്നും ഉണ്ടാവും. ഓനൊന്നും മാറുന്ന ഒരു പുതിയ സെക്രട്ടറി വന്നാൽ കുറച്ചുകൂടി ഇതിന്റെ വിശാലത കിട്ടും. അതിനോ മാറിക്കൊടുക്കൂല. ആ ജാതി ആളുകളൊക്കെ മാറ്റി നിർത്തേണ്ട സമയം. മാറ്റി നിർത്തിക്കോളൂ. ഇപ്പോഴേ മാറ്റാൻ പറ്റുള്ളൂ. ഇവനൊക്കെ ഇപ്പൊ മാറ്റി നിർത്താൻ പറ്റിയ സമയം. അവനൊക്കെ മാറ്റി നിർത്തി ക്ലീൻ ആക്കിയിട്ട് പോയാ മതി. ആർക്കാപ്പത് കുറെ എണ്ണത്തെ കൂട്ടിയിട്ട് കാര്യം. ഇങ്ങനെ താഴെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടൂല. അള്ളാന്റെ അടുത്ത് കിട്ടൂല, ദുനിയാവിലും കിട്ടൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ല ക്വാളിറ്റി ഉള്ള മുജാഹിദ് വേണം. ക്വാണ്ടിറ്റി കൂടി ക്വാളിറ്റി കുറഞ്ഞു. അതേത് സാധനം അങ്ങനെ. അളവ് കൂടിയ മൂല്യം കുറഞ്ഞു. അതാ നബി എന്നല്ലേ. എന്തുണ്ടായത്? കൂട്ടം കൂട്ടായി ഇസ്ലാമിലേക്ക് വന്നു. റസൂല് മരിച്ചപ്പോ പിന്നെ റസൂലുള്ളാഹിക്ക് വരെയൊക്കെ പാടെ തർബിയ ചെയ്തിരുന്ന സമയങ്ങളിൽ റസൂൽ വഫാത്തായി പോയല്ലോ. എന്താ ഉണ്ടായതല്ലോ? ജക്കാത്ത് തരൂല എന്നൊരു കൂട്ടര്. അത് മുഹമ്മദിന് കൊടുത്തിരുന്ന ടാക്സ് അല്ലേ? എബൌട്ട് ടേൺ കുഫർക്ക് അങ്ങോട്ടാണ് പോയി. വേറെ ചില ആള് കള്ളനബിന്റെ ഒപ്പം മുസൈലിമ ഒരു നബി
അപ്പോഴത്തെ സിജാഹ് തന്നെ നബിച്ച്, എന്നിട്ട് നബി നബിച്ചിനാണ് കെട്ടി, അതിന്റെ പിന്നാലെയാണ് ഏറ്റുകറിയുന്നത്. കുരിപ്പ് ചെയ്താൻ കുറിയച്ചാലും എന്നാ ഒരു നറുക്ക് എനിക്ക് വേണമെന്നറിയില്ല. അങ്ങനെ ഒരു ചെയ്താണ്ടോ അങ്ങനെ കുറിണ്ടോ എന്ന് കൂടി അറിയില്ല, എന്നാലും ഒരു നറുക്ക് എനിക്ക് വേണം. അജാതി കുറെ ആളുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുമ്പോ ക്വാളിറ്റി കുറയും. ഇനി സൂക്ഷിച്ചോളി, ഇതൊരു ക്വാളിറ്റി കൂടിയോ ഇതിന്റെ ക്വാളിറ്റി കുറയും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ ജാതി ചപ്പ് ചവറൊക്കെ മാറ്റി നിർത്താൻ മടവൂരികൾ പണ്ട് ചോദിച്ചിരുന്നു. കുറെ ചപ്പ് ചവറ് നിന്ന് പോകാണ്ട് സക്കരിയ പറഞ്ഞ ആരാ ഒന്നാമത്തെ ചപ്പ് ചവറ്? അന്ന് ഞാൻ പറഞ്ഞു ഹുസൈൻ മടവൂര്, എണ്ണിക്കോളി, അസ്ഗർ അലി, പീരാങ്കുട്ടി, ഇനിയിപ്പോ അബ്ദുറഹ്മാൻ സലഫി ഒക്കെ പോയില്ലേ. അങ്ങനെ എണ്ണി പറയാൻ പറ്റും നമുക്ക്. ആ രീതിയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശുദ്ധീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ക്വാളിറ്റി ഉള്ള മുജാഹിദാകണം. അതാ എനിക്ക് പറയാനുള്ളത്, മനസ്സിലായില്ലേ? ക്വാളിറ്റി ഇല്ലാത്തോനെ ഇതിൽ ഇനി പൊണ്ടെടുക്കാൻ കഴിയൂല. ഓലൊന്നാണ് മാറിക്കുക, അല്ലെങ്കിൽ മെല്ലെ മാറ്റി വല്ല നിർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, അതേ പറ്റുള്ളൂ. കസാല പൂരിക്കാരൊന്നും ഇതിന് വേണ്ട. അബ്ദുറഹ്മാൻ സലഫിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ഇപ്പുറത്ത് നിന്നോനെ ഓനെന്നും വേണ്ട. ആദർശത്തിന്റെ പേരിൽ ഇപ്പുറത്ത് നിന്നോനെ മാത്രം മതി നമുക്ക് എന്ന് നമ്മൾ തീരുമാനിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി, നമ്മളെ മുൻകാലത്തുള്ള മുജാഹിദ് പ്രവർത്തകന്മാരുടെ അവരുടെ ജീവിത രീതി, നമ്മളെ ജീവിത രീതി, ഇബാദത്തുകളെ കാര്യത്തിലൊക്കെ എന്താ അവസ്ഥ? അപ്പൊ ഞാൻ പാലക്കാട് പുതുനഗരം എന്ന സ്ഥലത്ത് പള്ളിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന് കൊടിനാട്ടിയ സ്ഥലമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരൊറ്റ വോട്ട് പോലും അമുസ്ലിം വോട്ടില്ലാത്ത വാർഡുണ്ട് അവിടെ. INL വരുവോളം ലീഗല്ലാതെ പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല. അപ്പൊ മുസ്ലിമീങ്ങൾ എത്ര ഉണ്ട് നിങ്ങൾ ചിന്തിച്ചോളി. ആ സ്ഥലത്തുള്ള ആളുകള് ഷാഫി പള്ളി, അനഫി പള്ളി ഒരു മതില, ഞമ്മക്കെതിരെ ഒരു രണ്ടൂട്ട് ഒന്നാ. നമ്മളവിടെ പള്ളി ഉണ്ടാക്കിയപ്പോ അവിടുത്തെ അണ്ണന്മാര് പറഞ്ഞെന്താ അറിയോ? സംഗതിയൊക്കെ ശരിതാൻ, പക്ഷേ 5 വഖത്ത് പള്ളിയിൽ ഒന്ന് തൊഴുകണ്ടേ, നമുക്ക് പറ്റൂല. മുജാഹിദായ 5 നേരം പള്ളിയിൽ വരണ്ടേ, അത് നമുക്ക് പറ്റൂല. നമ്മൾ വെള്ളിയാഴ്ച ഒന്ന് പോകും, പിന്നെ അടുത്ത വെള്ളിയാഴ്ച പോകും. അതാണ് പോലെ ഇസ്ലാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എത്ര ആളുണ്ടെന്ന് നമ്മളൊപ്പം? പള്ളി അടുത്തുള്ളവന് വരെ ജമാഅത്തിന് വരുന്നില്ല. ഞാൻ സാധാരണ പറയലുണ്ട്, കച്ചവടക്കാരനായ മുജാഹിദ് തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, പക്ഷേ ആളുകളൊക്കെ പള്ളിക്ക് ധൃതിപ്പെട്ട് ജമാഅത്ത് പോകലോ എന്ന് വാച്ചിക്ക് നോക്കി പായുമ്പോ ഇപ്പം നോട്ടുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ ബടായി പറയിക്കാൻ. എന്നിട്ട് പിന്നെ നിങ്ങൾ പള്ളി കണ്ടു നുഹ്റായിരുന്നല്ലേ, എന്നും അങ്ങനെയാണ്, എപ്പോഴേലും ഒരിക്കലൊക്കെ ഉണ്ടാവില്ലേ. ഓനെ കണ്ട് പിന്നെ ആരെങ്കിലും മുജാഹിദാവോ? അപ്പൊ 5 നേരം കൃത്യമായി ജമാഅത്തായിട്ട് പള്ളിയിൽ വന്നാൽ, ഒരു നേരം ജമാഅത്തായി നിസ്കരിക്കുന്നത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യല്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞ ബടായിയല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണത്, ഹദീസിലെ തിരുവചനമാണത്. അത് നമ്മക്കണ്ട് ബോധ്യം വരണം എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ തർക്കിക്കാൻ നിൽക്കുന്ന വീട്ടിൽ നിസ്കരിച്ചാൽ ശരിയാവൂലേ? മസാല വരെ എളുപ്പമാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ ശരിയാവില്ല, പള്ളിന്റെ അടുത്തുള്ളോ? പള്ളിന്റെ അടുത്തുള്ള ആണ് പള്ളി പോയി നിസ്കരിക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് സൊറ പറഞ്ഞും ഫോൺ ചെയ്തും നമ്മൾ പലപ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവൻ ആ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് തടസ്സമാണ്. ഓന്റെ വാപ്പ ചിലപ്പോ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആളേക്കാരൻ, ഓന്റെ ഉപ്പാപ്പയായിരിക്കും അവിടെ മുജാഹിദിന് വിത്ത് പാകിയിട്ടുണ്ടാകുക. ഓന്റെ സർവീസ് ഒന്നും ഞമ്മക്ക് കേൾക്കണ്ട. ഓൻ ഇന്ന് ഞമ്മക്ക് തടസ്സം, ഓനെ ചിലപ്പോ സംസ്ഥാന കൗൺസിൽ നേരിട്ടെടുത്തിട്ടുണ്ടാവും. യൂണിറ്റിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തവനും സംസ്ഥാന കമ്മിറ്റിയിലെ ആളായിരിക്കും, കോഴിക്കോട് എന്ന വലിയ ആളായിക്കാർ ചെടിയിട്ട് അവിടെ ചെന്ന. ആ ജാതി നമ്മക്ക് വലിയ നഷ്ടാണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കുക. പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരാണ്. സുബഹിക്ക് പള്ളിയിൽ വരാത്ത മുജാഹിദ് വേണ്ട, സ്ഥിരമായിട്ട് സുബഹിക്ക് വരാത്ത, വെള്ളിയാഴ്ചയും കൂടി വരൂല. വെള്ളിയാഴ്ചത്തെ സുബഹി ജമാഅത്ത് എന്ന ജമാഅത്തുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ജമാഅത്താണ്. ഒരു ഫർള് നഷ്ടപ്പെട്ടാൽ പോലും ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവില്ല. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ തന്നെ വിഷമിക്കും നമ്മൾ, അല്ലെ? ഒന്ന് ജമാഅത്ത് പോയല്ലോ. പെണ്ണുങ്ങളോട് പറയാ, എന്റെ പീടിയുടെ സാധനം കൊണ്ടല്ലോ അത് ഇത് എന്നിട്ട് ജമാഅത്ത് കളഞ്ഞു എന്നായിരുന്നു, അല്ലെ? അതെന്തുകൊണ്ടാ? ജമാഅത്ത് നഷ്ടപ്പെടുന്നതിന് നമുക്കുള്ള വിഷമാണത്. പക്ഷെ അങ്ങനെ വിഷമുള്ള ആൾ എത്ര ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ? നിസ്കാരം തന്നെ പോയാൽ വിഷമല്ലാത്ത ഒരാള് പിന്നെന്താ കാര്യം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചിട്ടയുണ്ടായിരിക്കണം, നമ്മുടെ വീട്ടിൽ ചിട്ടയുണ്ടായിരിക്കണം.
വീട്ടിൽ അടുത്ത് പള്ളിയുടെ പള്ളിക്ക് പോകന്നെ വേണം, അതിലൊരു നിർബന്ധം. അപ്പൊ അവിടെ എന്ത് പ്രസംഗം വെച്ചിട്ട് എന്ത് ഗ്യാസിട്ടാലും അവിടെ നിർത്തണം, എന്ത് വർത്താനാണ് അവിടെ നിർത്തിയിട്ട് നമ്മൾ പോകണം. വളരെ അപൂർവമായൊക്കെ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റാതെ വരാം. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോ വളരെ ദൂരത്തുനിന്ന് ഒരു വിരുന്നുകാരൻ വന്നു, അയാൾക്ക് പെട്ടെന്ന് പോകണം, അപ്പൊ നമ്മളൊന്ന് കയറിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില സന്ദർഭത്തിലൊക്കെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നല്ലാതെ എല്ലായ്പ്പോഴും ജമാഅത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കണം. പിന്നെ പള്ളിയിൽ പോകുന്ന ആളുകൾ തന്നെ പല പുണ്യങ്ങളും നഷ്ടപ്പെടുത്തുക. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തു പോയാൽ അതിന് പ്രത്യേക പുണ്യാണ്. അതുപോലെ തന്നെ വസ്ത്രം, നല്ല വസ്ത്രം ധരിച്ച പള്ളിക്ക് കൊണ്ട്, മനസ്സിലായില്ലേ? നല്ല വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ പോകേണ്ടത്. നമ്മളിപ്പോ പറമ്പ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ പക്ക അള്ളിത്തുണ്ടിൽ തന്നെ പെട്ടെന്ന് പാഞ്ഞ ചിലപ്പോ വിയർപ്പുണ്ടാവും, മണക്കനുണ്ടാവും. ഒരു 2 മിനിറ്റേ വേണ്ടുള്ളൂ, അതൊന്നാണ് മാറ്റിയിട്ട് ആ മറ്റേ വസ്ത്രം ഇടാൻ ചെയ്തൂടെ. ഹുദൂസീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രം സ്വീകരിക്കണം എന്ന് ആയത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മൾ നല്ല വസ്ത്രത്തിട്ട് പോവുക, ഒന്നെടുത്തിട്ട് പോവുക. പള്ളിയിൽ പോകുമ്പോഴുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോവുക. സുന്നത്ത് നിസ്കരിക്കാനുണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ, നമുക്കറിയാലോ പള്ളിക്ക് പോകാൻ എത്ര മിനിറ്റ് വേണം, എത്രക്കാ ജമായത്ത് തുടങ്ങാൻ എല്ലാവർക്കും അറിയാം. അപ്പൊ ജമായത്ത് നഷ്ടപ്പെടൂലെങ്കിൽ വീട്ടിൽ നിന്ന് സുന്നത്ത് കൂടി നിസ്കരിച്ചിട്ട്, റവാത്തിബ് സുന്നത്ത് ഉണ്ടെങ്കിൽ അതുകൂടി നിസ്കരിച്ചിട്ട് പുറപ്പെടുക. അപ്പോഴാണ് പള്ളിയിൽ പോകുന്ന പുണ്യം നമുക്ക് കിട്ടുന്നത്. ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെയുള്ള പാപം പൊറുക്കുന്നറിഞ്ഞാൽ വെറുതെ പോയി തലകുത്തി മറിഞ്ഞാലൊന്നും പൊറുക്കൂല. അതിൻ്റെതായ ആദാബുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പോകണം. ഒന്നാമത്തെ സഫ് കിട്ടുന്നതിന് നറുക്കെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നറുക്കെടുക്കുമായിരുന്നു, അതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഹദീസ് കാണുവാൻ സാധിക്കും. അതിലൊക്കെ ഒരാഗ്രഹം നമുക്ക് വേണം. എപ്പോഴും ഒന്നാമത്തെ സഫ് കിട്ടിയില്ലെങ്കിലും നമുക്കൊരാഗ്രഹം വേണം. അതുപോലെ തന്നെ സഫ് ശരിയാക്കല്. എന്താപ്പ നമ്മളെ മുജാഹിദ് പള്ളികളിലൊക്കെ വലിയ പാരമ്പര്യം വരുന്നവരൊക്കെ നിക്കരിക്കാൻ നിൽക്കണത് കാണും. ഒരുത്തൻ കാലടി മുന്നില്, ഒരുത്തൻ കാലടി പിന്നില്, അല്ലേ? സഫ് വളയാതെ നിൽക്കണമെന്നും സഫ് അടുത്തു നിൽക്കണമെന്നും തൊട്ടടുത്തോന്റെ കാലും ചേർത്ത് വെക്കണമെന്നും എത്ര ആളുണ്ട് നിങ്ങള്. ഇപ്പോഴും കാലി നമ്മളെ അടുത്ത് വെക്കാന്ന കയ്യത്തിങ്ങനെ ആണേണ്ടാൽ കാലി നമ്മളൊന്നും ചേർത്ത് വെച്ച ഓങ്കാലം അങ്ങോട്ട് വലിച്ചു, ഇപ്പഴത്തെ എത്തിയപ്പനും വലിച്ചു. നമ്മളിങ്ങനെ നമ്മളിത് വെക്കണ എന്തിനായോ? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. സഫു സുഫൂബക്കും, സഫ് ശരിയാക്കൂ എന്ന് ഇമാമ് പറഞ്ഞാൽ സഹാബികൾ പറയാണ്. ബുഖാരിന്റെ തലക്കെട്ട് തന്നെ കാണാം, വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ തന്റെ കാൽപാദം തൊട്ടടുത്ത് നിൽക്കുന്ന കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും, ചുമലിനോട് ഒട്ടിച്ചു വെക്കും. അങ്ങനെയാ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു വേണ്ട. അപ്പൊ ഇങ്ങനെ കിവിടെയാണെങ്കിൽ തിരക്കുണ്ടായിട്ട് ഒരാളിങ്ങനെ അങ്ങനെ കിടന്നല്ല ഈ പറയുന്നത്. തിരക്കുണ്ടാക്കണമെന്നല്ല, അവനാന്റെ തടിക്കനുസരിച്ച് കാലൊന്ന് വിസ്തരിച്ചു വെക്കുക. തൊട്ടടുത്ത ആളെ കാലോട് ഇങ്ങനെ വെക്കണ ബെരലുണ്ടല്ലോ, അത് കിബിലക്ക് നേരെയാക്കണം. എത്ര മുജാഹിദീങ്ങൾക്ക് അതറിയും? 45 സർവീസുള്ള കുറെ ആളുണ്ടല്ലോ അവിടെ, ഓലൊക്കെ നിക്കരിക്കാൻ നിൽക്കുന്നത് കാണണം. ബെരല് കിബിലക്ക് നേരെയാക്കണം എത്ര പ്രസംഗിച്ചിട്ടും അതിനുള്ളൊരു മറുപടി ഉണ്ട്. ഞാന് 25 കൊല്ലം അലിമോലിന്റെ കുത്തുപാട്ട, മൂപ്പര് പറഞ്ഞില്ലല്ലോ. ഇടവണ്ണ നേരിട്ട് കേട്ടാ. മറ്റം പറഞ്ഞ AK അബ്ദുൽ ലത്തീഫ് മോലിന്റെ കുത്തുപേക്കാൻ പട്ടാളപ്പള്ളിക്ക് കൊണ്ടോട്ടിന് എല്ലാവരും പോയി നാളാ. അങ്ങനെ ഇരുവല്ലോ, മൂപ്പര് പറഞ്ഞില്ലല്ലോ. ഞാൻ കൂട്ടായി അബ്ദുല്ലാജിന്റെ കുത്തുപാട്ടാളാ, മൂപ്പര് പറഞ്ഞില്ലല്ലോ. ഓരോ സ്ഥലത്ത് ഓരോ മദ്ഹബ. പായക്കാട്ടൂർ വരെ MT അത്രയും മൗലി പറഞ്ഞില്ലല്ലോ. പിന്നെ കടവത്തൂർക്കാർ വരെയാണ്, എടപ്പാറ പറഞ്ഞില്ലല്ലോ. എന്താ നിനക്ക് പേര് പറയേണ്ടി? എനിക്കറിഞ്ഞൂടാ. അവര് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം. ഈ ജാതി ചിലപ്പോൾ മറന്നതാണെങ്കിലോ അതും അറിഞ്ഞൂടല്ലോ. അപ്പൊ സുഹൃത്തുക്കൾ, ഇതൊന്നും നമ്മളെ വിഷയമല്ല. ആര് പറഞ്ഞു ആര് പറഞ്ഞില്ല എന്നുള്ളതല്ല, ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി. സഫ് നിൽക്കുക എന്ന് പറഞ്ഞ അതാണ്. എന്ത് സങ്കടം നിങ്ങള്. ഒരു മടവൂരിയോ ഒരു നവമടവൂരിയോ അടുത്ത് കഴിഞ്ഞാൽ നിസ്കാരം എന്നത്തെ കൊളായി. ചിലപ്പോ നമ്മൾ കാത്തിക്കല വേറൊരാൾ വന്നു കിട്ടട്ടെ. കാരണം നമ്മൾ കാലിൽ വെച്ചോ അങ്ങോട്ട് വലിക്കും. കള്ളത്തിപ്പൈക്കളെ കറക്കാൻ ചെന്ന മൈര്യ കാലെടുത്ത് തട്ട. എന്തൊരു കഷ്ടാന്നാലോചിക്കുക. നിസ്കരിക്കാൻ ഒരു മനസ്സിന് സമാധാനത്തിന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഈ മടവൂരി നവമടവൂരി ഉള്ളത് അഫ്ലലുമ പഠിച്ചോ? ഈ ഹദീസ് പലവട്ടം കേട്ടിട്ടും ഒരു മാറ്റല്ല. എന്ത് മുജാഹിദ ഓനൊക്കെ
കേരള നദുവത്തുൽ മുജാഹിദീൻ എന്റെ മുതോ തൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സഹാബത്ത് പറയാണ്, ഞങ്ങളിൽ ഒരാൾ അവന്റെ കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും, ചുമലിനോട് ഒട്ടിച്ചു വെക്കും. തറാസ്തു, നിങ്ങൾ ഗ്യാപ്പടച്ച് നിൽക്കൂ. വ്യക്തമായി ഹദീസല്ലേ? വലാ തദഉ ഫുർജതൻ ലിശൈത്താൻ, ശൈത്താനു വേണ്ടി നിങ്ങൾ ഗ്യാപ്പ് വിടരുത്. വലിയൊരു മൗലവി കടവത്തൂർന്ന് ചോദിച്ചാൽ എന്താ അറിയോ? പാന്റ് ഇട്ട് കിടന്ന അതിന്റെ ഇടയിൽ നിൽക്കൂലേ ശൈത്താന്, ഓന്റെ മണ്ടിയിലാ ശൈത്താള്. മനസ്സിലായില്ലേ? അതാണ് അഖിലുകൊണ്ട് ദീനുണ്ടാക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, നിസ്കരിക്കാൻ നിൽക്കുന്ന സെഫ് കണ്ടാ തിരിയും ഇവിടുത്തെ മുജാഹിദ് എത്രത്തോളം ഉണ്ട്. ഒന്നും നോക്കണ്ട, വേഗം മനസ്സിലാവും ഏതാ സൈസ് എന്ന് മനസ്സിലാവും. ഇപ്പൊ വേഗം അളക്കാൻ വേഗം ഓലെ നിസ്കാരം ഓലെ കോലം ഒക്കെ കണ്ടാൽ തന്നെ തിരിയും ഇതേതാ വകുപ്പ്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണോ, നാളെ പരലോകത്ത് ഏറ്റവും ആദ്യമായി അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾ സഫുകൾ ശരിയാക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ മുഖങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് കളയും. സെഫ് ശരിയാകാത്തവർ തന്നെ ഭിന്നിപ്പതികളില് നോക്കൊണ്ട് നിങ്ങള് മണലിൽ കൂടി ചേരവായ മാതിരി സെഫ് പറയാൻ പാടില്ല. പറഞ്ഞാ അവന്റെ സർവീസ് കേട്ടാല് ഞാൻ 25 കൊല്ലം ഈ പള്ളി നിസ്കരിക്കാൻ പറ്റും, ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അതല്ലേ വർത്താനം. ആരും മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞില്ല, അത് സക്കരിയ പറഞ്ഞു എന്നാ. അതാപ്പൊ എനിക്കുള്ള കുറ്റം. ഓരോരുത്തരും പറയുന്ന വർത്താനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് എന്താണ് ദീൻ എന്ന് നമ്മൾ പഠിക്കണം. ദീനിന്റെ കാര്യങ്ങൾ ആര് പറഞ്ഞാലും വിനയത്തോടെ സ്വീകരിക്കണം. അത് വലിയോൻ പറഞ്ഞാലും ചെറിയോൻ പറഞ്ഞാലും ശത്രു പറഞ്ഞാലും മിത്രം പറഞ്ഞാലും പറഞ്ഞത് തെളിവുള്ളതാണോ അത് സ്വീകരിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ സലഫിയാകുക എന്നതിന്റെ ഒരു അടയാളം. ഇനി നിങ്ങൾ നോക്ക്, നിസ്കരിക്കാൻ നിന്നാൽ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കി തല കുനിച്ച് നിൽക്കണം എന്നാ അല്ലെ? എത്ര ആൾ തല കുനിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ തല കുനിച്ച് നിൽക്കണം. തല മാത്രം കുനിച്ചാൽ മതി. കൈകെട്ടലിന് വാദപ്രതിവാദം നടത്തിയ ആളാ നമ്മളെ പല ആളുകളും. കൈ ഇപ്പൊ എവിടെയാ? പോയി ഇങ്ങനെ കെട്ടി പോന്ന് ഒരു ശ്രദ്ധയില്ല, ഒരു തരം അലംഭാവം. കൈ കെട്ടതിന്റെ കോലത്തിനാണ് ചിലപ്പോ ഇങ്ങനെ എന്തെല്ലോ കോലത്തിലാണ്. നിസ്കരിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ഒരു ഇതുമില്ല. പിന്നെ കോട്ടാവിയോണ്ട് നിസ്കാരം തുടങ്ങി കോട്ടാവി. അതുവരെ ഒരു കോട്ടാവി ഉണ്ടാവില്ല. കുറച്ച് എല്ലാവർക്കും ബാക്കിൽ കേൾക്കാം കോട്ടാവി. കോട്ടാവി ശൈത്താനിൽ നിന്നാണ്. നിങ്ങൾക്കൊരാൾക്ക് നിസ്കാരത്തിൽ കോട്ടാവി വന്നാൽ കഴിയുന്നത്ര അവൻ അതിനെ അമർത്തിക്കൊള്ളട്ടെ. അമർത്തിക്കൊള്ളണ കൈ അവിടെ വെക്കട്ടെ എന്നല്ല, ചുണ്ട് പൊന്തിക്കരുത്, വിഴുങ്ങിക്കൊള്ളണം. കൈ വെച്ചിട്ട് അമർത്തല്ല, ചുണ്ട് ഇതാക്കണം. കാരണം അത് മറ്റവനാ കൊണ്ടിരുന്നത് നിസ്കാരം. അത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കോട്ടാവി നിന്നു. നബി പറയാണ് വലാ യഅവി, അവൻ ഓരിയിടരുത്. അറബി അറിയുന്നവർക്കറിയാം. ആവാന്ന് പറഞ്ഞ ചെന്നായും സാധാരണ നായിയൊക്കെ ഓരിടുമല്ലോ അല്ലേ? നല്ലോണം കലണ്ട് പൊന്തിച്ചിട്ട് അജാദിന്റെ കണ്ടികള് തലണ് പൊന്തിക്കും, നായിന്റെ വായി. 1400 കൊല്ലം റസൂൽ പറഞ്ഞ വാക്ക വലാ യഅവി, അവൻ ഓരിയിടരുത്. അപ്പൊ നിസ്കാരത്തിന് നിൽക്കുമ്പോ ശൈത്താൻ നമ്മളെ വഴിപഴപ്പിക്കും എന്ന ശ്രദ്ധ നമുക്ക് വേണം. റുക്കൂയിലും സുജൂദിലും ഒക്കെ നിൽക്കുന്നതിനെ പറ്റി നട്ടല് നിവർത്താത്തവന്റെ റുക്കൂയും സുജൂദും ശരിയല്ല എന്നാ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകള് അല്ലാഹു അക്ബർ എന്നിട്ട് പാന്റൊക്കെ ഇങ്ങോട്ട് ഇൻസർട്ടാക്കി വന്നതേക്കാരം. അപ്പൊ അത് ഇട്ടൊന്ന് പോന്നാളെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരും. റബ്ബർ പന്ത് വെള്ളത്തിൽ സത്യമായി. ഈ ഇന്ത്യർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അവിടെ തിരികെ ഇവിടെ തിരികെ. ബസ്സിൽ സീറ്റ് കിട്ടിയാലും കൂടി ഇരിക്കൂല. ഇവന്റെ തുണിയിൽ എന്തെങ്കിലും അമേറ്റി ഉണ്ടായിട്ട് വിചാരിച്ചണ്ട, ബത്ത് വിട്ടുപോകുന്ന വെച്ചാൽ ഇങ്ങനെ അങ്ങനത്തെ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കൂലോള്. റുക്കോ എങ്ങനെയെന്ന് അറിയുന്നത് തലയും ഉടലും ഒരേ ലെവലിൽ വരണമെന്ന ഹദീസിലുള്ളത്. ലൗ സുബ്ബ അലൈഹിൽ മാഉ ഇസ്തഖറ. അങ്ങനെ 90 ഡിഗ്രി ആണ് കുട്ടികൾ അങ്ങനെ നിൽക്കണം. സുജൂദ് കിടക്കുമ്പോൾ റായിദ്യമായില്ല, നേരെ ഇങ്ങനെ വേണം.
ഇത് പൂയ്ത്തവള ഇറക്കുമ്പോലെ സുജൂദ് കിടക്കും. ഇങ്ങനെ കൈ അകറ്റി വെക്കണം, കൈ മുന്നോട്ട് വെക്കണം. ഈ മുട്ടുകാല് വെച്ചിട്ട് മുട്ടുകാലിന്റെയും കയ്യിന്റെയും ഇടയിൽ ഒരാട്ടിൻകുട്ടിക്ക് പോകാനുള്ള വിടവ് വേണമെന്നാ ചില ആള് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടി ആട്ടിൻകുട്ടി പോകേണ്ടതാണ്. കൈ ഒടിഞ്ഞൂല അങ്ങനെ വെച്ചാ ഇപ്പുറത്തുള്ള വന്ന് ബുഗൂലയിന്ന്. ചില ആള് സഫ് അടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് തെളിവതാ. ഇങ്ങനെ കൈ വെച്ചിട്ട് ആട്ടുകുട്ടിക്ക് പോകാനുള്ള വിടവ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എങ്ങനെ പിന്നെ അടുത്തിക്കുക? ഓന് മനസ്സിലായില്ല എന്നുള്ള അതിന്റെ ഇങ്ങനെയല്ല വെക്കേണ്ടത്. കൈ ഇങ്ങനെ മുന്നോട്ട് വെക്കുക വേണ്ടത്. എന്നിട്ട് ഈ വെച്ച കൈയിന്റെയും മുട്ടുകാലിന്റെയും ഇടയിലും കൂടിയാണ് പള്ള ഉയർത്തി വെച്ചാൽ അതിന്റെ ഇടയിൽ കൂടി ആട്ടുകുട്ടിക്ക് പോകാനുള്ള വിടവ് ഉണ്ടാവുന്ന. നട്ടല് നിവർത്തി കൈ വെച്ച് കൈയിന്റെ മുമ്പിൽ വെച്ചിട്ട് വിരലുകൾ കിബിലക്ക് നേരെയാക്കണം. കാല് അമർത്തി വെക്കണം. ബെഞ്ച് വീണമാതിരി ഇങ്ങനല്ല. അഖറബുമായ കൂനുമിൽ അബ്ദുമിർ റബ്ബിഹി വഹുവ സാജിദുൻ. അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം സുജൂദിലാണ്. അത് ശരിക്കും നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊന്നും ശരിയായില്ലെങ്കിൽ കൂട്ടരെ പിന്നെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ആളുകൾക്കൊരു ചിന്താഗതി, എന്നാലും നിസ്കരിക്കുന്നുണ്ടല്ലോ, തബ്ലീഗിയുടെ വർത്താനായി, ജമാഅത്തേരെ വർത്താനായി അല്ലെ, എന്നാലും നിസ്കരിക്കുന്നുണ്ടല്ലോ. തബ്ലീഗിന് പറയാണ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നോലെ റുക്കൂ ശരിയല്ല, സുജൂദ് ശരിയില്ല എന്നറിയാൻ നിൽക്കണങ്ങള്. നിസ്കരിക്കാത്ത എത്ര ആളവിടെ പീടിയിൽ തിരിക്കുന്നുണ്ട്, ഓലെ പോയി വിളിച്ചോണ്ടിരിക്കും. നിസ്കരിക്കാത്ത ആളാടെ പാടത്ത് തിരിക്കണം, ഓലെ പോയി വിളിച്ചോണ്ടിരിക്കും. ഓലൊക്കെ നമുക്ക് വിളിച്ചോണ്ടിരാം. വിളിച്ചൊന്നിട്ട് നിങ്ങൾ തോന്നിയ പോലെ കരിച്ചോളി അറിയാം. തബ്ലീഗിന്റെ വയലിന് കേട്ടിട്ട് ഒരാൾ എങ്ങനെ നിസ്കരിക്കേണ്ട ഉസ്താദ് ചോദിച്ചാൽ നിങ്ങൾ ചാപ്പിയാ ചാപ്പി കരിച്ചോളി, നിങ്ങൾ അനപ്പിയാ കരിച്ചോളി. ഇതാ ഓല പഠിപ്പിക്കല്. ഫളായില് മാത്രം പഠിപ്പിക്കും, രൂപം പഠിപ്പിച്ചു കൊടുക്കൂല. എന്നാ സുഹൃത്തുക്കളെ, അങ്ങനെ എങ്ങനെങ്കിലും നിസ്കരിക്കാൻ ഇസ്ലാമിലില്ല. ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. അങ്ങനെയുണ്ട് ഖുർആനില്, അങ്ങനെയുണ്ട്. അതിന്റെ വാക്യം എന്താ അറിയോ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാണ്. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് ശ്രദ്ധ വേണം. നബിന്റെ പള്ളിയിലൊന്ന് നിസ്കരിച്ചിട്ട് 3 വട്ടം മടക്കി നിസ്കരിച്ചില്ല നബി. ഒരാൾ വന്ന് നിസ്കരിച്ചു, അപ്പൊ നബി ഇങ്ങനെ ശ്രദ്ധിക്കുക. അയാൾ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നബിന്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പൊ നബി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കണോ, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വേഗം പോയി നിസ്കരിച്ച്. അപ്പോഴും ഭയമാതിരി തന്നെ. പിന്നെ ഇയാൾ വന്നു നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും. അപ്പൊ നബി വീണ്ടും അതേ മറുപടി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. 3ാമത് വന്നപ്പോഴും തന്നെ പറഞ്ഞത്. അയാള് നബിനോട് പറഞ്ഞു, നബിയെ എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. കണ്ടോ? അപ്പൊ നമസ്കാരം നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് അവനോട് പറയാ. നിസ്കാരം ശരിയായിട്ടില്ല എന്നർത്ഥം. അപ്പൊ നിസ്കാരം ശരിയാകണം. കാരണം നമ്മളൊരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ 100% കൂലിയും കിട്ടണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെ. ഒരു നിസ്കാരത്തിന് വേണ്ടി 1/2 മണിക്കൂർ നമ്മൾ പീടിയൊന്ന് ഒഴിവാകുക അല്ലെ. കൈയും കാലും കഴുകി ഒന്നുകൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോയി സുന്നത്ത് നിസ്കരിച്ച് ദിക്റും കഴിഞ്ഞ് വരുമ്പോഴത്തേന് 1/2 മണിക്കൂറായി വിചാരിച്ചു. ഈ 1/2 മണിക്കൂർ നമ്മൾ നീക്കി വെക്കുന്ന എന്തിനാ? നാളെ പരലോകത്തിന് കിട്ടാൻ വേണ്ടിയല്ലേ അല്ലേ. അപ്പൊ അത് കിട്ടേണ്ട സുഹൃത്തുക്കളെ. ഇന്നൽ അബ്ദ ലയുസല്ലി സ്വലാത്ത, ഒരടിമ നമസ്കരിക്കും, മായുക്തബു ലഹു മിൻഹാ, പക്ഷേ അവൻ അതിൽ നിന്ന് അതിന്റെ കൂലി രേഖപ്പെടുത്തപ്പെടൂല, ഇല്ലാ ഉശ്റുഹാ, 10-1 തുസ്റുഹാ, 9-1. ഇങ്ങനെ പറഞ്ഞ് 8-1, 6-1, 7-1, 6-1, 5-1, 3-1, 2-1. കണ്ടോ? മുഴുവൻ കിട്ടണം ഞമ്മക്ക്. പകുതി കിട്ടിയാ പോരാ, 3 കിട്ടിയാ പോരാ, 5 കിട്ടിയാ പോരാ. അപ്പൊ ഓരോരുത്തരുടെ നിസ്കാരത്തിന്റെ കണക്കനുസരിച്ച് റസൂൽ പറയാ, ഒരാൾക്ക് 10-1 കിട്ടും, ഒരാൾക്ക് 9. അപ്പൊ 5 ആള് നിൽക്കുന്നത് ചിലപ്പോ 5 പോലത്തേക്കും കൂലി കിട്ടുന്നത്. എല്ലാവർക്കും സമ്പൂർണമായ കൂലി കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചോ അതുപോലെ നിസ്കരിക്കണം. പൊതുവെ ജമാഅത്തേരും തബ്ലീഗിയരും ഒക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് തഖ്വയാണ്, തഖ്വ ഹൃദയത്തിലാണ്. അപ്പൊ രൂപം അത്ര കാര്യമല്ല. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ ചില ആളുകളും വരുന്നുണ്ടോ എന്ന് തോന്നിപ്പോവാണ്. നമ്മൾ ഇത്ര കാലം ജനങ്ങൾ പഠിപ്പിച്ചെന്താ? ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, ഇത്തിബാഅ് വേണം അല്ലെ. ഒരു ഇബാദത്ത് അല്ലാഹുവിങ്കൽ സ്വീകാര്യാകണമെങ്കിൽ ഇഖ്ലാസ് മാത്രം പോരാ, എന്ത് വേണം? റസൂൽ എങ്ങനെ ചെയ്തു അതുപോലെ ചെയ്യണം അല്ലെ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കണം എന്നാ. അല്ലെങ്കിൽ കൂലി കിട്ടൂല. തലകുത്തി പറഞ്ഞിട്ട് കൂലി കിട്ടൂല. ഇപ്പൊ നിസ്കാരത്തിന്റെ മുമ്പിൽ സൂത്ര വേണമെന്ന് പറഞ്ഞു മാറ. നമ്മൾ ആളുകൾക്ക് സംഗതി അറിഞ്ഞൂടാ. പള്ളിന്റെ നടുവിൽ വന്നിട്ട് ഒറ്റ കയ്യട്ടല. മുമ്പിലൊരു മറ വേണം.
ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്രത്തിൻ, സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കരുത്. ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം, ഒരു മീസാങ്കല്ല് മാതിരി മരത്തിന്റെ ഒരു സാധനം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ആളുകൾ ഒന്ന് മുമ്പിൽ ഒന്നിച്ചു. അതിനത് നിസ്കരിക്കണോന്റെ മുമ്പിൽ ഒരു മറ വേണം. നടന്നു പോകുന്ന ആൾ ആ മറന്റെ അപ്പുറത്തുകൂടിയേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തടയാ. അതിന്റെ ഉള്ളിൽ കൂടി വന്നാ തടയാ. നമുക്ക് തടയാൻ നമുക്ക് മറ വെച്ചണോ? മറ വേണ്ട. മുമ്പിൽ മുഴുവൻ ചുമര് അടുത്തുണ്ട്. ആ ചുമരിന്റെ ആ സ്വത്തിലേക്ക് പോയിക്കൂല, ബാക്കിലേ നിൽക്കുള്ളൂ. എന്നാൽ സലാം വീട്ടിയ ലഗോങ്കോയി മുട്ടട്ടമാതിരി അപ്പുറം ഒട്ടുക്കെത്താലോ, ഏൻ പായാൻ അതിനാ ബാക്കിലെത്തിരിക്കണേ. മുന്നിപ്പോയ ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് 2 മിനിറ്റ് വൈകുമല്ലോ. എന്താ കഥ? മക്കത്ത് പോയവർക്ക് ഇതാ സ്ഥിതി. ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ ആ മുറ്റത്തെ നിൽക്കുള്ളൂ, ഉന്തിയാലും അവിടെ തന്നെ. നമ്മൾ വിചാരിക്കും ഉള്ളിലൊക്കെ നിറഞ്ഞീണ്, ഉള്ളിന് വയ്യും കൂടി അടച്ച് നിന്നിക്കുക, ഉള്ളിന് മുഴുവൻ സ്ഥലം ഉണ്ടാവും. ഇനിയിപ്പോ ഹറം വികസിപ്പിച്ച ആ കഥ പറയുമ്പോൾ ഒറ്റ നിയമമായിട്ടുണ്ടാവില്ല, ഒക്കെ പുറത്തേക്കാണ്. അതാവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശരിക്കും അതിന്റെ സൂത്ര വെച്ച് നിസ്കരിക്കണം. മറ വേണം. ഒരു തൂണുണ്ടോ, തൂണിന്റെ അടുത്ത് നിൽക്കണം. ഒരു ചുമരുണ്ടോ, ചുമരിന്റെ അടുത്തേക്ക് നിൽക്കണം. അല്ലെങ്കിൽ നമ്മളെ മുമ്പിലെന്തിനും വെക്കാൻ ഒരു 1.5 അടി അല്ലെ മുഅഖറത്തിൽ റഹൽന, ഒട്ടകക്കട്ടിലിന്റെ പിന്നിൽ ഒരു ആണിണ്ടാവും, ഏതാണ്ട് 1.5 അടി അത്രയെങ്കിലും വേണമെന്ന്. അത്രയും ഉയരമുള്ള എന്തെങ്കിലും ഒന്ന് വേണം മുമ്പിൽ വെക്കണം. അതാണ് സൂത്ര എന്ന് പറയുന്നത്. സൂത്രമില്ലാത്ത നിസ്കരിച്ചോന് തടയാൻ അവകാശമില്ല. അതുപോലെ ഒളുവൊക്കെ എടുക്കണ അവസ്ഥ ഇപ്പൊ എന്താ? 35 സർവീസിലുള്ളവരൊക്കെ ഒളു കാണണം. ഒളു എടുക്കുന്നൊക്കെ വളരെ ശ്രദ്ധിക്കണ്ടേ? കാരണം മിഫ്താഹ് സ്വലാത്തി അത്തഹൂർ, നമസ്കാരത്തിന്റെ താക്കോലാണ് ശുദ്ധീകരണം ഒളു എന്ന് പറയുന്നത്. ഒളു ഇല്ലാത്ത നിസ്കാരില്ലാന്ന്. ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, ഒളു ഇല്ലാത്ത നിസ്കാരില്ലാന്ന്. ഒളു ശരിയാകണ്ടേ? ഒളുവിൽ ആദ്യം ബിസ്മില്ല എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. ബിസ്മില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അവസാനം ഒളു കഴിഞ്ഞിട്ട് ദുആ. ഇപ്പോഴും ഖുറാഫിയായിട്ട് കുറെ കാലമായി മുജാഹിദായിട്ട് ഇപ്പോഴും ഇപ്പോൾ ഷഹാദത്തില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എവിടെ നിർത്തിയത്? ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. റഹ്മാൻ റഹീം എന്നാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ 2 സ്ഥലമുള്ളൂ. ഒന്ന് കത്ത് എഴുതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയണം, ഖുർആന്റെ സൂറത്തിന്റെ തുടക്കത്തിലും. വേറെ എവിടെയും റഹ്മാൻ റഹീം പറയില്ല, ഇവരൊക്കെ ബിസ്മില്ലേ ഉള്ളൂ. അപ്പൊ ഒന്നു കൊടുക്കുമ്പോ അത് ശ്രദ്ധിക്കണം. നനയേണ്ടോടൊക്കെ നനയണം. ധൃതിപ്പെട്ട് ഒന്നു എടുത്തിട്ട് നഖത്തിന്റെ അത്ര സ്ഥലം മടമ്പും കാലും നനയാതെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത്. എന്താ ഇത്? സാരില്ല, ഇനി ഒന്ന് കൊടുക്കുമ്പോ ശ്രദ്ധിച്ചാ മതി എന്നറിഞ്ഞ്. അങ്ങനെയാ മുഴുവത്തും തട്ടിയിട്ട് ശ്രദ്ധിച്ചാ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറഞ്ഞു എന്നുള്ളതൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തടവ് ചെയ്ത്. എന്താ അറിഞ്ഞ്? നബി സംഘടനാ ക്ലാസ്സിലൊന്നും പോയില്ലല്ലോ. വൈലുല്ലിൽ അഖാബി മിനന്നാർ, ഈ മടമ്പുകാലികൾക്ക് നരകത്തിൽ നിന്ന് നാശം. ദൈവത്തിലെ ഹിക്മത്താണ് എന്നാണ്. പറയേണ്ടൊന്നും പറയേണ്ട മാതിരി പറയാണ്ടൊക്കെ അപ്പോൾ ഹിക്മത്തായി. നബി പറയാണ്, നിങ്ങൾ ഒന്നും ശരിയായിട്ടില്ല, പോയി ഒന്ന് മാറ്റിയെടുക്കിയെന്ന്. നരകത്തിൽ പോവും ജാതി ഒന്നും കൊണ്ട് നിക്കരിച്ചാന്ന്. അതാണ് പറയേണ്ട മാതിരി പറയണം. ഇപ്പോൾ കയ്യെട്ടിനെ പറ്റി ചോദിച്ചു നോക്കാണ്. ജമാഅത്തേരും തബ്ലീഗുകാരും ഒക്കെ പറയണ്ട. അത് നെഞ്ചത്തും കെട്ട, വയറ്റത്തും കെട്ട, പൊക്കലിനാടി കെട്ട, പൊക്കളുടെ തായും കെട്ടാണ്ടൊക്കെയും ചെയ്യാം. അങ്ങനെ എല്ലാരെയും സ്വർഗത്തിലെത്തിക്കണമല്ലോ, വില ഏറ്റാണല്ലോ. അപ്പൊ പല മതങ്ങളിലും പല കോലത്തിലും എല്ലാ മതവും സ്വർഗത്തിലാണല്ലോ. സ്വർഗത്തിലല്ല എന്ന് നമ്മൾ പറയാൻ പോണില്ല. ഹദീസിലുള്ളത് എവിടെ? നബി ഒരിക്കൽ ഇവിടെ കെട്ടി, അതും സഹി. ഒരിക്കൽ പള്ളമ്മ കെട്ടി, അതും സഹി. ഒരിക്കൽ ഔറത്തിന്റെ അടുത്തിങ്ങനെ താങ്ങി നിന്ന്, അതും സഹി. ഒരിക്കൽ ഇങ്ങനെ നെടുക്കണം ഒലക്ക മുണിങ്ങിയമാര് കൈ കെട്ടാ നിന്ന്, അതും സഹി. എന്നാ ശരി, നാല് കോലത്തിൽ നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമല്ല. ഒരേ കോലത്തിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നബി 3 കോലത്തിൽ ചെയ്താൽ 3 കോലത്തിലും ചെയ്യാം. സംഗതി തെളിയണ്ടേ? സഹിയായ ഹദീസ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹിഹായ ഹദീസിലുള്ളത് എന്താ, അതാണ് നമ്മള് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റ്, നിസ്കരിക്കുമ്പോ അങ്ങനെ കോട്ടാ വിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി സ്പ്രിങ്ങുമ്പോ നിക്കണ മാതിരി ഇങ്ങനെ പൊന്തി. നിസ്കാരം കഴിഞ്ഞാ ഭയങ്കര ബക്രിയ. കയ്യിങ്ങോട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ ബറച്ചിട്ട് അല്ലാഹുമ്മ സലാം സലാം, എന്തൊരു ബക്രിയാന്നറിയോ? നിസ്കാരത്തെക്കാളും പ്രാധാന്യം നിസ്കാരത്തിന് ശേഷം ദിക്റിന്. നിസ്കാരത്തിന് ശേഷം ദിക്റുണ്ട്, അത് ശരി തന്നെയാ. കൂട്ടപ്രാർത്ഥന ഒഴിവായി നമ്മൾ ദിക്റ് ചെയ്യും വേണം. പക്ഷെ കൈ ഉയർത്തി ഒരൊറ്റ സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് ചൊല്ലിയിട്ടില്ല. ഫർള് നമസ്കാര ശേഷം അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ കൈ ഉയർത്തി ഒരിക്കൽ പോലും ദിക്റ് ചൊല്ലിയിട്ടില്ല. ഇപ്പൊ ചില ആളുകള് കൈ ഉയർത്തി ദ്വാക്ക് കൈ ഉയർത്താൽ ഹദീസേറ്റ് ഇങ്ങനെ വരും.
അതുകൊണ്ട് എന്താ കാര്യം? ദുആക്ക് കയ്യൊത്തെന്ന് എനിക്കും അഭിപ്രായം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും അഭിപ്രായപ്പെട്ടല്ലേ. പക്ഷെ ഫർള് നിസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെവിടെയും റസൂൽ കയ്യുയർത്തിയെന്നില്ല. വേറെ എവിടെയെങ്കിലും കയ്യുയർത്തി നിസ്കാരത്തിനോട് കൊണ്ടുവരികയാണെങ്കിൽ വേറെ എവിടെയോ കൂട്ടപ്രാർത്ഥന നടത്തിയല്ലേ? കൂട്ടപ്രാർത്ഥനക്ക് തെളിവ് അല്ലെ? കൂട്ടപ്രാർത്ഥന കേട്ട് നമ്മളെതിരാ അല്ല. പക്ഷെ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയുണ്ടോന്നല്ലേ നമ്മൾ ചോദിക്കല്? അവിടെയും ചോദിക്കുന്നത് കയ്യുയർത്തുന്നതിന് നമ്മൾ എതിരല്ല. പക്ഷെ ഫർള് നിസ്കാര ശേഷം നബി കയ്യുയർത്തിയതുണ്ടോ? ഇപ്പോഴത്തെ ജമിയത്തുൽ ഉലമയുടെ ഫത്വ അൽമനാറിൽ വന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങള്. ജമാഅത്തിന്റെ ഫത്വമായിരിക്ക. കയ്യുയർത്തിന് ഒരു തെളിവുമില്ലാതൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നാലും കയ്യുയർത്തിയ എന്ത് ചെയ്യേണ്ടയില്ല, വിമർശിക്കേണ്ടയില്ല എന്ന് അവസാനം ഒരു കളി. ഇതന്നെയാണ് ഇപ്പൊ ഖുറാഫിയോടും പറയണത്. നിസ്കാര ശേഷം കൂട്ടപ്രവർത്തനം നടത്തിയെന്ന് വേണ്ട, ഒരാൾ ദ്വാരക്കയും മറ്റൊരാമയും പറഞ്ഞത് ഇസ്ലാമിനുണ്ടോ ഇല്ലേ അത് ഞങ്ങൾക്ക് അറിയുന്നുള്ളൂ, അതേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതന്നെ ഇപ്പൊ ഇവരും പറയണത്. ആൾക്ക് കയ്യുയർത്താൻ അതീതിനുണ്ടോ ഇല്ലേ അത് ഇവിടെയും ചെയ്യാം. മനസ്സിലായില്ലേ? അത് ഹംസവാഖവിന്റെ ജമിയത്തിൽ നമുക്ക് കത്തോടത്തോലെ 38 വോട്ട് എന്ന് പറഞ്ഞ കാക്കണ്ടല്ലോ, ആ കാക്കാന്റെ ജിത്യാദ എന്ത് കയ്യുയർത്തിയത് വേറെ കയ്യുയർത്തിയ തെളിവുണ്ടായാൽ മതി. പോരാ സുഹൃത്തുക്കളെ, പോരാ. സ്ഥിരമായിട്ട് അങ്ങനെ നിസ്കാര ശേഷം കയ്യുയർത്തിയാൽ അത് ബിദ്അത്താണ് എന്ന് ശൈഖ് ഇബ്നു ബാസ് ഫത്വ കൊടുത്തിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി പറയലുണ്ട്, നമ്മളാളുകൾ വല്ലാതെ പൂണ്ടു പിടിക്കുന്ന സംഗതി എടുത്തു നോക്കിയാൽ വലിയ തെളിവൊന്നും ഇതിനുണ്ടാവില്ല. ഇതിനെപ്പറ്റി ഒരിക്കൽ എന്നോട് പറഞ്ഞ ഈ നിസ്കാര ശേഷം കയ്യുയർത്തണേ. അപ്പൊ കൈ ഉയർത്താതെ നിൽക്കുകയില്ല വേണ്ട നിസ്കാര ശേഷം, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ വേണ്ടപ്പെട്ട കാര്യമാണ്, അത് പഠിക്കണം. പല ആൾക്കും അറിഞ്ഞൂടാ. അസ്താഗ്ഫിറുല്ലാഹ് എന്ന് പറയും. എന്റെ കൂടെ ചില ആളുകൾ അലീം, അല്ലാഹ് അലീം തന്നെയാണ്, പക്ഷെ അവിടെ അല്ല. നിസ്കാര ശേഷം എന്തുള്ളൂ? അസ്താഗ്ഫിറുല്ലാഹ് എന്നുണ്ട്. അസ്താഗ്ഫിറുല്ലാഹൽ അലിയിൽ അലീമിൽ കരീമിൽ ഗഫൂറുർ റഹീം ഒക്കെ പറയാൻ പറ്റുമോ? അവിടെ ഇല്ല. അല്ലാഹ് അലീമും ഗഫൂറുർ റഹീം ഒക്കെ പേരുണ്ട്. അത് അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം, അല്ലാഹുമ്മ അൻത സലാമിന്റെ സലാം. പിന്നെ ദിക്റുകൾ ഇപ്പോഴും പല മുജാഹിദുകൾക്കും ആ മാലമെന്ന് വിട്ടിട്ടില്ല. ഹജ്ജിന് പോകുമ്പോ മാല വാങ്ങരുതെന്ന് കർശനമായി പറയുന്നയാളാണ് ഞാന്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ വാങ്ങിക്കോട്ടെ നിൽക്കും. 10 റിയാൽ കൊടുത്താൽ 12 മാലട്ടും. ഇവിടെ എന്നാ 12 ആളെ പിരിച്ച ഹജ്ജിന് പോയിട്ട് അവന് കിട്ടിയാത്ത വണ്ടെന്നാണ്, അബൂബക്കറുട്ടി വണ്ടെന്നാണ് എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? വലത് കൈ കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾക്ക് എണ്ണം പിടിച്ചിരുന്നത്. ഈ വലത് കൈയിന്റെ വിരലുകളെ അള്ളാഹു സംസാരിപ്പിക്കും, ചോദിക്കപ്പെടും ഇവരോട്. ഇതൊന്നും മാലനോട് സംസാരിപ്പിക്കൂല, മാലനോട് ചോദിക്കൂല. അപ്പൊ കൈകൊണ്ട് ദിക്ർ ചെല്ലുക, വാഖിദിന്ന ബിൽ അനാമിൽ, വിരൽ തുപ്പുകൾ കൊണ്ട് നിങ്ങൾ ദിക്ർ ചെല്ലുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തിനെ നശിപ്പിച്ച് അവിടെ സൂഫികൾ കൊണ്ടുവന്ന ജപമാല വന്നു. ജപമാല എന്ന അതിന്റെ പേര്, സുബ്ഹത്ത് എന്ന് പറയാം അറബിയിൽ. അതിനുവേണ്ടി കള്ള ഹദീദുകൾ ഉണ്ടാക്കിയിരുന്നു. നിഅമൽ മുദക്കിറു സുബ്ഹ, ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം. അറബികൾക്കൊക്കെ ഒരു ഫാഷനാ, വിലപിടിപ്പുള്ള മാല ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ട് ചയറ്റി അടക്കല, അതൊരു ഫാഷനാ. കാറിലും തൂക്കും. ദിക്റെല്ലാം വേണ്ടി ഒന്നല്ല ഇപ്പൊ. പക്ഷെ ഇന്ന് പല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഈ മാലേറ്റ് ഇങ്ങനെ നടക്കുക, അതൊരു ആത്മീയതയുടെ അടയാളമായിട്ട്. ഇത് സൂഫികൾ കൊണ്ടുവന്നതാ. റസൂലുള്ളാഹിന്റെ കാലത്ത് മാലല്ലായിട്ട, റസൂലിന്റെ മുമ്പുണ്ട് മാലയിട്ടുള്ള കളി. എന്നിട്ട് എന്റെ റസൂലത്ത് പഠിപ്പിക്കാൻ അത് ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം, അതിനെപ്പറ്റി തബ്ലീഗുകാർ പറയും. ഇത് കയ്യിലുണ്ടാവുമ്പോ ദിക്റിൽ നിന്നൊരു ഓർമ്മ ഉണ്ടാവും. എന്നാ ദിക്റിന്റെ ഒരു ബുക്കാണ് കയ്യിൽ വെച്ചോളി, അത് ചെറിയ ലോക്കറ്റാക്കി കഴുത്തിലിട്ടോളി, നടക്കുന്നിടത്ത് നോക്കാലോ. മാലനേക്കാളും നല്ലത്, എന്നാൽ ലഫ്ളും തെറ്റില്ല. ഓരോരുത്തർ ഉണ്ടാക്കിയ ദീനുണ്ടാക്കിയാണ് ഇവിടെ. മാല കയ്യിലുണ്ടാകുമ്പോ ദിക്ർ ഓർമ്മ ഉണ്ടാവും. എന്നാ ഞാൻ മുസല്ല പുതച്ചു കിടക്കാൻ നിക്കരിക്കണം എന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ. നല്ലതല്ലേ? ഒരു മുസാഹിബ് ഇങ്ങനെ കഴുത്ത് തൂക്കുന്ന ഓതണം എന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്തൊക്കെ നിങ്ങൾ തൂക്കും? അതൊന്നും ദീനുണ്ടാക്കാൻ നമ്മൾ യുക്തി ഉപയോഗിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൊണ്ടാണ് ദിക്റിന് എണ്ണം പിടിച്ചത്. അതും വലത്തെ കൈകൊണ്ട്, ചന്തികളെ കൈകൊണ്ടല്ല, വലത്തെ കൈകൊണ്ടാ ദിക്റിന് എണ്ണം പിടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാന യാഖിദു ബിൽ യമീൻ, അത് നമ്മൾ പഠിക്കണം. അത് 33 മാത്രല്ല. ചില ആള് ചോദിക്കും, 70,000 ദിക്റൊക്കെ എങ്ങനെയാ മൗലവി വലത്തെ കൈയേറ്റ് പിടിക്കുക? പിന്നെ ആരെ 70,000 ദിക്ർ പഠിപ്പിച്ചു?
ഇസ്ലാമിൽ 70,000 ദിക്റില്ലല്ലോ, അത് സൂഫികൾ ഉണ്ടാക്കിയല്ലേ. 12,000 ദിക്ർ 70,000 ദിക്റൊക്കെ ഇസ്ലാമിൽ ദിക്ർ എണ്ണം പഠിപ്പിച്ചത് വളരെ കുറവാണ്. എന്നല്ലാതെ ചിലർ അധിക ദിക്റും. ആകപ്പാടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100, വൈകുന്നേരം 100. അവിടെ യുഹീ വൈമീത്തുല്ലട്ടോ, യുഹീ വൈമീത്തയിലില്ല. അവിടെ സൂര്യൻ ഉദിക്കുന്ന സുബഹി നിസ്കരിച്ച് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് 100, അസർ നിസ്കരിച്ച് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് 100. ആ 100ന് ഈ വെല്ലെന്നെ മതി, നിത്യം ശീലിച്ചാ മതി. മാല മറിച്ചനോ, ചില ആള് പറയുന്നത് മറന്നു പോയാലോ, മാല മറിച്ച് എത്രയും ഓർമ്മയില്ലെങ്കിലോ, അങ്ങനെയും വരാലോ. ഇപ്പൊ ഞാൻ 7 മറിച്ചു 8 മറിച്ചു, അത് മറവി പറ്റിയ പിന്നെ ഇതൊന്നുമല്ല സ്ഥിതി. അത്തും പുത്തുമായാലോ മാലോണ്ട് കാര്യണ്ട, അതിന് മുമ്പ് ചൊല്ലുക. അത്തും പുത്താകുമ്പോൾ ആ ദിക്ർമക്ക് തിരിയല്. അപ്പൊ തിരിഞ്ഞാ പോരാ, നല്ല ബോധമുള്ളപ്പോ തിരിയണം, മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലണം. അതിൽ നിന്ന് നോക്കിയാൽ അത് ശരിയാവൂല. ഒരു 10 മിനിറ്റ് വേണ്ടു. 100 വട്ടം ചെല്ലാം. 10 മിനിറ്റ്. നാളെ രാവിലെ പോയി പരിശോധിച്ചോളി, ബാച്ചിക്ക് നോക്കിങ്ങള് എണ്ണിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ ചൊല്ലിയ വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അത് വൈകുന്നേരത്തും. അത് വിരല് കൊണ്ട് എണ്ണം പിടിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്നുള്ളത്. അത് ആ സുന്നത്ത് നശിപ്പിക്കാണ് നമ്മളൊരാൾക്ക് ഒരു മാല കൊടുത്താ സംഭവിക്കണത്. ഹജ്ജിന് വരുമ്പോ നമ്മളെ കേരളത്തിലും ഇസ്രായേലൊക്കെ വരുന്ന ആളുകളെ ലഗേജിൽ നിന്ന് എടുത്ത് ഞാൻ ഗുമാമി കൊണ്ടുപോയില്ല. എന്നിട്ട് ഞാൻ കാണാതെ പിന്നെ അവസാനം കൊണ്ടത് തിരികും. ജിദ്ദേന്ന് കുറെ കെട്ട് വരും, പിന്നെ നമുക്ക് തിരിയില്ല. അവൻ എളാപ്പാന്റെ കുട്ടിയാ മൂത്താപ്പാന്റെ കുട്ടിയുണ്ട് കെട്ട്, അവനെ ആജ്യന്മാരെ താങ്ങാൻ വേണ്ടിയിട്ട് അതിലതൊക്കെ വരല്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആളുകള് കൈകൊണ്ട് ദിക്ർ ചെല്ലുന്ന മനുഷ്യന്മാർക്ക് മാല കൊടുത്തിട്ട് വല സുന്നത്തിനെ നശിപ്പിക്കുക. ആരാതൊക്കെ? ഇതൊന്നിപ്പോ സുന്നികളെ പറ്റിയല്ല, അതൊക്കെ നമ്മളെ പറ്റിയുള്ള വർത്താനങ്ങളാ. അതന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഒക്കെ നമ്മളിലേക്കാണ്. നിക്കാരപ്പായിൽ മാലുണ്ട് ഇപ്പൊ പല പെണ്ണുങ്ങളിൽ വലിച്ചെറിയണത്. ഇപ്പൊ കടയിൽ ഡിജിറ്റൽ കൗണ്ടർ അങ്ങനത്തെ ഒരു സാധനം കിടക്കുന്നുണ്ട്. കാരണം 20,000 നിൽക്കുന്നതല്ലാണ്ട് നടക്കോ? ഇതെല്ലാം സൂഫികൾ ഉണ്ടാക്കിയതാണ്. ഈ സൂഫികൾ കൊണ്ടുവന്നതാണ് ഈ ജപമാലയും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകരുത്. നമ്മൾ പടച്ചവൻ കൂലി തരുന്ന ആ രൂപം അതെന്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം പറയാണ്ട്. അതിപ്പോ ഞാൻ പറയാൻ നിൽക്കണില്ല. പള്ളികളൊക്കെ ഗ്രൂപ്പ് പള്ളികളായി മാറിയിരിക്കുകയാണ്. പള്ളികളില് പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാ? പള്ളിയിൽ ദീൻ കാര്യം പറയാൻ പള്ളി കമ്മിറ്റിയിലെ ജാഹിലല്ല വേണ്ടത്, അത് പണ്ഡിതന്മാരാ പറയേണ്ടത്. പക്ഷേ പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ജാഹിലീങ്ങളാ. അപ്പൊ ജാഹിലീങ്ങളാ പറയാ, മൗലവി കുത്തുബിൽ ഇന്നത് പറയണം, മറ്റു ഇന്നത് പറയണം, ആരിമാമത്ത് നിൽക്കണം, ഒക്കെ തീരുമാനിക്കുക. മനസ്സിലായില്ലേ? പള്ളികളില് ഇപ്പോ മിമ്പറിൽ വെച്ച് നമ്മള് പറയുമ്പോ എല്ലാരും ഇങ്ങോട്ട് കേട്ടിരിക്കുക, എണീറ്റ് പോകാനും വയ്യ, മറുപടി പറയാനും പറ്റാത്ത സ്ഥിതിയാണല്ലോ. ആ നിലക്ക് പള്ളിയിൽ എല്ലാത്തരം ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്കാണ് മുജാഹിദ് പള്ളിയിൽ മൊത്തത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പള്ളിയിൽ ധാരാളം ആളുകൾ മുജാഹിദുകൾ അല്ലാത്തവർ പങ്കെടുക്കുന്നുണ്ട്, അല്ലേ? 1500 ആള് തലശ്ശേരി പള്ളിയിൽ നമ്മൾ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 200 ആള് കൂടെ ഒരു മെമ്പർഷിപ്പ് ഉള്ളവരില്ല. 200 ഉണ്ട് കൂട്ടിക്കോളി, ഏറിക്കവിഞ്ഞാൽ. ബാക്കി 1300 മെമ്പർഷിപ്പ് ഇല്ലാത്തതാണ്. അതിലൊരു 300 ആള് ഞാൻ ശൂന്യനെയാണ്, തൽക്കാലം നിങ്ങളെ പള്ളി കെണിഞ്ഞു ഏതാ നിനക്ക് വന്നതായിക്കോട്ടെ. ബാക്കി 1000 നമ്മൾ അനുഭാവികൾ തന്നെയാണ്. നമുക്ക് സംഭാവന തരും, നമ്മളെ സമ്മേളനത്തിന് വരും, നമ്മളെ പ്രസിദ്ധീകരണം വായിക്കും, നമ്മളോട് ബഹുമാനമാണ്. അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നമ്മളെ ആദർശമാണ്. അവരുടെ വീട്ടിൽ അതാണ് ആദർശം. നമ്മളെ കാസറ്റ് കേൾക്കും. പക്ഷെ അവർ നമ്മളെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഈ 1000 ആളെ അവഗണിച്ചിട്ട് ഈ 200 ആളെ കൂട്ടിപ്പിടിച്ചെന്നാ പറയുന്നത്. ഈ 1000 ആളാ നമ്മളെ ശക്തി. ഓൻ മെമ്പർഷിപ്പ് എടുക്കാത്ത സംഘടനാ ചട്ടവട്ടങ്ങൾക്ക് ഒരു സൗകര്യമല്ല. എന്നാ ഓൻ 2ാം നമ്പർ നമ്മൾ ഇതുവരെ കണ്ടിട്ടോ? കണ്ടിട്ടില്ല, കാണാൻ പാടില്ല. നമ്മളിത് സംഘടന വലുതാക്കുക, ആൾക്കൂട്ടം വലുതാക്കുക എന്നതല്ല നമ്മളെ ലക്ഷ്യം. ഒരു സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും, ജനങ്ങളെ ഞങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നല്ല നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അല്ലെ? ഞങ്ങൾ പ്രസിദ്ധീകരണം വാങ്ങി സഹായിക്കണമെന്നല്ല, ഞങ്ങൾ സാമ്പത്തികമായി ഞങ്ങൾക്ക് സംഭാവന നൽകണമെന്നല്ല. നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം, നിങ്ങളുടെ കുടുംബം ജീവിക്കണം, നിങ്ങൾ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് നിന്ന് രക്ഷപ്പെടണം. അത് മനസ്സെന്ന് പറയുന്ന വാക്ക.
തൽക്കാലത്തിന് ആളെ കൂട്ടാൻ വേണ്ടി പറയുന്ന വാക്കല്ല, ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന വാക്കാണ്. അതങ്ങനെ തന്നെ എപ്പോഴും ഉള്ളത്. ആൾക്കൂട്ടത്തുണ്ടാക്കുക, സംഘടനയിൽ ആളെ കൂട്ടുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യമല്ല. നമ്മളെ ലക്ഷ്യം ദീന് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉണ്ടാക്കിയ താൽക്കാലിക സംവിധാനം മാത്രമാണ് സംഘടന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദഅവത്തിനും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കും സൗകര്യവും എളുപ്പവും സ്പീഡും കിട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഭൗതിക സംവിധാനമാണ് സംഘടന. മനസ്സിലായില്ലേ? അത്രേ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറം പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കാത്തവനെ മാറ്റി നിർത്തി ഓനെ രണ്ടാം പൗരനെ കാണുകയോ മെമ്പർഷിപ്പ് എടുത്തോൻ ഓം നേരെ സ്വർഗത്ത് പോകുന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ നരകത്തിലാന്ന് അവൻ പറഞ്ഞിട്ടില്ല. സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കും. ഒരു കൊല്ലെടുത്ത് ഒരു എടുത്തില്ലാന്ന് വരും. വേണ്ട, ഒരു ഹേമിക്കലുമില്ല. ആരും നമ്മൾ ഹേമിക്കലില്ല. ഉണ്ടോ? ആ നിലക്കാണ് നമ്മൾ ഇത്രയും കാലം ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നമ്മള് മൊത്തത്തിൽ ഇപ്പോ ജനങ്ങളെ സംബന്ധിച്ച് നമ്മളെ മുജാഹിദ് മഹല്ലുകളിൽ തന്നെ ഒരു തരം മരവിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ആ തൗഹീദും പരലോകമൊക്കെ പറഞ്ഞാൽ മതി, വിമർശനമുള്ള വിഷയങ്ങളൊന്നും പറയണ്ട എന്നൊരു ചിന്താഗതി. വിമർശനമുള്ള വിഷയം പറഞ്ഞാൽ അയാൾ അപ്പം മാറ്റും. ആരെ വിമർശിക്കേണ്ട? നാട്ടുകാരെ വിമർശിക്കുന്ന ഒരു പ്രശ്നമല്ല. സുന്നികളും ജമാഅത്തിലൊക്കെ പറഞ്ഞ പെരുത്ത് സന്തോഷ. മുജാഹിദീങ്ങളെ ബാധിക്കുന്ന ജാതി കുത്തുമ പറഞ്ഞ ഖത്തീബിന് സ്ഥലം മാറ്റം. മുജാഹിദുകളുടെ വ്യക്തി ജീവിതവുമായി ബാധിക്കുന്ന വിഷയം ഖത്തീബ് പറഞ്ഞാൽ സ്ഥലം മാറ്റം. ഉദാഹരണമായിട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പ് വരിക, പള്ളി കമ്മിറ്റിക്കാരൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഖത്തീബ് പലിശനെ പറ്റിയും ബാങ്കിനെ പറ്റിയും നന്നായിട്ടാണ് പ്രസംഗിച്ചു. ഞമ്മക്ക് ബാങ്കിലും വേണം, ഞമ്മക്ക് പിന്നെ ഒരാള്, നമുക്ക് അതിന്റെ ഡയറക്ടർ ബോർഡിൽ നമ്മൾ ആള് വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി മത്സരിക്കേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞാൽ മൗലവിന് ശരിയാവില്ല കേട്ടോ. നമുക്ക് ലോണ് കിട്ടണമെങ്കിൽ ആള് വേണ്ടേ? നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ വേണ്ടേ? സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടായാലല്ലേ നമുക്കൊരു ആട് വാങ്ങണമെങ്കിൽ കോഴി വാങ്ങണമെങ്കിൽ ഒക്കെ കിട്ടുള്ളൂ എന്നായി. നിങ്ങൾക്കൊരു പക്ഷെ അഭിപ്രായം വേറെ ഉണ്ടാകാം, പക്ഷെ ദീനിന്റെ അഭിപ്രായം മിമ്പർന്ന് പറയണം. അത് പറയുമ്പോൾ ആരും തടസ്സം നിൽക്കാൻ പാടില്ല. ഖുർആനിലും ഹദീസിലും ഉള്ളത് അങ്ങനെ തന്നെ പറയാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം. മിമ്പറുകൾ സ്വതന്ത്രമായിരിക്കണം. അതിനെന്ത് വേണം? സലഫി മൻഹജ് അനുസരിച്ച് ഖുത്ബ നടത്തുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തണം. നമ്മളെന്താ ചെയ്യാറിയോ? ഏറ്റവും അടുത്ത് ആരെ കിട്ടുക, വല്ലാതൊന്നും ടീയെ കൊടുക്കണ്ടാത്ത ആളെ ആരെ കിട്ടുക. ഇന്ന് AP എന്ന് ഖത്തീബ് പറഞ്ഞ ഒരാള് മനസ്സിലായില്ല, ആട്ടിപ്പിടിയെന്ന്. AP പെട്ടെന്ന് എടുത്തിന് ആട്ടിപ്പിടിച്ചുകൊണ്ടെന്നിട്ട് മനസ്സിലായില്ലേ? അതാ പല ആളുകളെ അവസ്ഥ. എങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് നടന്നാൽ മതി. വലിയ മുജാഹിദ് മഹല്ലായിരിക്കും, ആളുകൾക്ക് ഉറങ്ങാൻ സൗകര്യത്തിന് എന്തെങ്കിലും ഒരു ഒച്ച എങ്ങനെ ഉണ്ടായാൽ മതി. വെള്ളിയാഴ്ച ഇതിലും നല്ല നവാത്തിയല്ലേ? എന്തിനാ നമ്മള് മലയാളത്തിൽ ഖുത്ബാണെന്നുള്ളത്? മഹല്ലുകളിൽ ഇസ്ലാമിക ചലനം ഉണ്ടാകണം. ഖുർആനും ഹദീസും പച്ചക്ക് പറയണം, ആളുകൾ കേൾക്കണം. ഈ ആഴ്ച പറഞ്ഞ അടുത്ത ആഴ്ചന്റെ മാറ്റം അവിടെ ഉണ്ടാകണം. ഇതിപ്പോ എന്താ അറിയോ? മഹല്ലിൽ ഐക്യാണ് ഇപ്പൊ എല്ലാവർക്കും പ്രധാനം. ലീഗും വേണം, കോൺഗ്രസും വേണം, MES വേണം, MSS വേണം, സുന്നിയും വേണം, മുജാഹിദും വേണം. എല്ലാരും ചായയും കിട്ടണം, എല്ലാരും ഞമ്മക്ക് വോട്ട് ചെയ്യണം. നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ നമ്മൾ പൊട്ടാൻ പാടില്ല. ഇതിനൊന്നും നിങ്ങൾ പള്ളി മദ്രസ ഉപയോഗിക്കരുത്, ദയവ് ചെയ്ത്. ചില ആളെ രാഷ്ട്രീയം കൊണ്ട് വലിയ ശെറന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിച്ച അന്നേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം 3-ാം സ്ഥാനത്ത് മതി, 1ഉം 2ഉം ദീനാകണം. ദീനിനെതിരായി രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മൾ മറുപടി പ്രസംഗം വെച്ചു, ആദ്യം പ്രസംഗിച്ചു, പിന്നെ ഓല് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു, അപ്പൊ രാഷ്ട്രീയക്കാരാണ്. എന്നിട്ട് നമ്മൾ ആരെ പിടിച്ചാലപ്പോ മുടങ്ങി കിട്ടാൻ മോനെ പിടിക്കും. എന്നിട്ട് പറയും, അല്ലെ അതെ അത് നമ്മൾ ഇപ്പോഴേ ഇനിയിപ്പോ അതൊരു ടെക് ഓഫർ വരണ്ട. ശരിയാണ്, നമുക്ക് മത്സരത്തിന്റെ ഒരു ആവശ്യമല്ല. ആരും തോൽപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞതിന് കടിച്ചാ തുടക്കുക, അതൊന്നും നമ്മളെ ആശയമല്ല. പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വിഷയങ്ങൾ പറയാൻ അവിടെ തടസ്സം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും പറയാൻ സ്വാതന്ത്ര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നാലും വന്നില്ലെങ്കിലും തൗഹീദ് പറയണം. തെരഞ്ഞെടുപ്പ് വരുമ്പോ തൗഹീദിലൊരു ട്വിസ്റ്റിങ് അത് പറ്റില്ല. അതെന്താണ്? അത് രാഷ്ട്രീയം കൊണ്ടാണ്. രാഷ്ട്രീയം കൊണ്ടുണ്ടാകാണത്. നമുക്ക് MSS വേണ്ടേ, നമുക്ക് MES വേണ്ടേ, നമുക്ക് ലീഗ് വേണ്ടേ, നമുക്ക് കോൺഗ്രസ് വേണ്ടേ, ഒക്കെ വേണം. അതിന് മുമ്പ് മുജാഹിദ് വേണം. അതിന് തടസ്സായ ഒരു ലീഗും വേണ്ട, അതിന് തടസ്സായ MES വേണ്ട, അതിന് തടസ്സായ MSS വേണ്ട, ഒരു കോൺഗ്രസും വേണ്ട.
മനസ്സിലായില്ലേ? അത് പരന്നെയ്യണം. ശിഹാബ് തങ്ങൾ അനുസ്മരണത്തിന് ലീഗേരം അവിടെ ഫോട്ടം വെച്ചിട്ട് ഓതാൻ കുത്തിരിക്കുക. ഇന്ദിരാഗാന്ധി അനുസ്മരണത്തിന് മറ്റേ മുജാഹിദ് ഓതാൻ കുത്തിരിക്കുക. പറയണം, നമ്മള് പറയാൻ മടിക്കരുത്. പറയാൻ മിമ്പറിൽ സ്വാതന്ത്ര്യം വേണം. അതിനല്ലേ മുജാഹിദ് ഉണ്ടായത്. ആളുകൾക്കൊപ്പിച്ച് പറയാനാണെങ്കിൽ സുന്നിയായിക്കൂടെ? പിന്നെന്തിനാ മുജാഹിദാണ്? ലാ യംനഅന്ന അഹദകും മഖാഫത്തുൻ നാസി അൻ യഖൂല ബിൽ ഹഖി ഇദാ അലിമഹു ഔ റആഹു. ജനങ്ങളെ കുറിച്ചുള്ള പേടി, അറിഞ്ഞ സത്യം, മനസ്സിലാക്കിയ സത്യം പറയുന്നതിന് നിങ്ങൾക്ക് തടസ്സമാകാതിരിക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അത് നിങ്ങളെ റിസ്കിനെ ഒരിക്കലും ഇല്ലാതാക്കൂല. ചിലർക്കൊക്കെ പേടിയതാണ്. ഞാനിപ്പോ അത് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഞാനൊരു നല്ല നിരക്ക് ഇങ്ങനെ പോവുകയാണ്. മദ്രസയിൽ ഒരു 2000, ഇമാമത്തിന് 3000, ട്യൂഷന് 4000, അല്ലെങ്കിൽ 400, മറ്റൊരു 500 ഒക്കെ പാടായിട്ട് 5-8 റുപ്യ ഇങ്ങനെ ഒപ്പിച്ച് പോവാണ്. അപ്പൊ ഈ ഇവരൊപ്പം ഇങ്ങനെ നിന്നെങ്ങനെയാണ് പോവാ? അതൊക്കെ ആളുകൾ എല്ലാവരും ദുനിയാവാ ചിന്തിക്കണേ അല്ലേ? എല്ലാരും അതാ അവിടുക്കാപ്പ ചിന്തിക്കണേ. ഇപ്പൊ സംഘടനയും സ്ഥാപനങ്ങളൊക്കെ ഇവരെ കയ്യിലാവുമ്പോ നമ്മളിപ്പോ അപ്പുറത്ത് നിന്നാ എന്താവും അങ്ങനെ ആലോചിച്ച് നല്ലത് ഇപ്പൊ അപ്പുറത്തേക്കലാണ്. എന്തിന്? ദുനിയാവിന് നല്ലത്, പരലോകത്തിനല്ല. അങ്ങനെ അപ്പുറത്തേക്കണ എത്ര ആളുകൾ ഉണ്ടെന്നറിയോ? ഇവനൊക്കെ എന്തിനാ അഫ്ലൽമ പിടിച്ചത്? എന്തിനാണ് ഇവരൊക്കെ അഫ്ലൽമ പിടിച്ചത്? ഇവരെക്കാൾ എത്ര നന്നോടെ സാധാരണക്കാരൻ ബാപ്പാനെയും ഉമ്മാനെയും കുടുംബത്തെയും ഒഴിവാക്കി ഒന്ന് ഇവന്റെ 4 അപ്പുറത്തേക്കണത് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ശരിക്കും മുജാഹിദാകുക എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക തലത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതങ്ങനെ തന്നെ ആകാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? എതിർപ്പുകളെ വകവെക്കാതെ ഇസ്ലാമിന്റെ സമരം തന്നെയാണ്. ഒരു കൊടുക്കാറ്റ് പോലെ വരുന്ന എതിർപ്പുകൾക്കിടയിലും ഇസ്ലാമിന്റെ ആവേശവുമായി മുന്നോട്ട് പോകലാ ജിഹാദ്. അവനാ മുജാഹിദ്. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവൻ, കാറ്റിനൊപ്പിച്ച് കൊടി പിടിക്കുന്നവൻ ഓ മുജാഹിദല്ല, ഓ മുൻജാഹിലാണ്. ആ ജാഹിലായി തന്നെ നിൽക്കുള്ളൂ. എത്ര മെമ്പർഷിപ്പ് കൊടുത്തിട്ടും കാര്യമല്ല. മുൻജാഹിലാണോ, മുജാഹിദല്ല. മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള ആളുകളാണ് പ്രസ്ഥാനത്തിന് എന്നും ഭാരവും തടസ്സവുമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പല ആളുകളെ അവസ്ഥ എന്താ? ഒരു വലിയ മുജാഹിദായിരിക്കും, ഓലെ കുട്ടികളെ ഈ പ്രസ്ഥാനത്തിൽ ബന്ധപ്പെടുത്തുന്നില്ല. പള്ളിയേറ്റോ മദ്രസേറ്റോ പണ്ഡിതന്മാരോ ഒന്നും ബന്ധപ്പെട്ടു. ഓല് വേറെ ഏതോ ലോകത്താണ്. ഇവനോട് പോയാൽ കുടുംബം തന്നെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ കുറെ മുജാഹിദീകൾ. കാരണം ഓലിതിൽ കെണിഞ്ഞു പോയ മാതിരിയാ. നമ്മളോ കെണിഞ്ഞു, ഇനി മക്കളും കൂടി കെണിയണ്ട എന്ന രൂപത്തിലാണ്. അല്ല, ബല മാതിരിയാണെങ്കിൽ ഓല് വരാണ്ടക്കാൻ നല്ലത്. ഇജാതിയാണോ ഓരോ മക്കളൊന്നുണ്ടെങ്കിൽ വരാണ്ടക്കാൻ നല്ലത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾ നമ്മുടെ ആദർശം തുറന്നു പറയുന്ന വേദികൾ നമുക്കുണ്ടാകണം. പള്ളിയില്ലേ, മദ്രസല്ലേ, ഉള്ളോടത്ത് വെച്ച് പറയാ. മുക്കാലെടുത്ത വാടകയ്ക്ക് സ്ഥലം കിട്ടുമല്ലോ. ഇതുമാതിരി ആളുകളോട് പറയാൽ ആരും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ആരും പേടിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് കാര്യങ്ങൾ പറയാൻ നമുക്ക് സാധിക്കണം. അവർക്കെന്താ ഇപ്പോ ദീനിൽ ഉള്ളതുപോലെ വളച്ചുകെട്ടില്ലാതെ കൂട്ടാതെ കുറക്കാതെ പറഞ്ഞാൽ ഓന് പറയുന്ന പേരാണ് തീവ്രവാദി. ആ പേര് ഞങ്ങൾ ഏറ്റെടുക്കുന്നു, സസന്തോഷം. തീവ്രവാദി, ഇംഗ്ലീഷിൽ പറഞ്ഞ ഫണ്ടമെന്റലിസ്റ്റ്. ഇസ്ലാമിൽ ഉള്ളത് ഞമ്മക്കായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? ഇസ്ലാം ശിർക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ശിർക്കല്ല എന്നറിയാൻ പറ്റുമോ? ഇസ്ലാം ശിർക്കല്ല എന്ന ശിർക്കാണെന്ന് അറിയാൻ പറ്റുമോ? ഒന്നും നമുക്ക് അധികാരമില്ലല്ലോ. ഉള്ളതുപോലെ പറയാനാ നമ്മളോടുള്ള കൽപ്പന. അത് പറയലാ നമ്മളെ ഡ്യൂട്ടി. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റം നമുക്കുണ്ടാകും. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. ഉണ്ടോ? വേദഗ്രന്ഥത്തിൽ നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും സന്മാർഗവും മറച്ചു വെക്കുന്നവരാരോ, വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാം അതിനെ വ്യക്തമാക്കിയ ശേഷം അതിനെ പൂഴ്ത്തിവെക്കുന്നവരാരോ, അവരെ ശപിക്കുന്നവരൊക്കെ ശപിക്കും. അള്ളാഹു ശപിക്കും. ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ശാപം നമുക്ക് കേൾക്കണോ? കൂട്ടരെ, നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് അവിടെ ഇസ്ലാം നിലനിൽക്കണെന്ന്. ആ ബേജാറായിരിക്കും വേണ്ട. പല്ലി വിചാരിക്കുമല്ലോ ഓനെ കൊണ്ട് അപ്പൊ ഇതിങ്ങനെ നിൽക്കണേ, വിട്ട മോൻ താങ്ങി നിൽക്കാന്നാ വിചാരം. അള്ളാഹുവിന്റെ ദീനാത് അള്ള നിലനിർത്തും. നമ്മളെ പറ്റൂല, നമ്മളെ മാറ്റി നിർത്തും. നിങ്ങൾ നോക്കാണിപ്പോ എത്ര തൗഹീദ് പറയുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇവിടെ.
സലാസുല്ലം എവിടെ പോയി, CP എവിടെ പോയി അല്ലേ? ഓലൊക്കെ അങ്ങോട്ട് പോയില്ലേ? എന്നിട്ട് കുറെ ദാരിമിമാരും പൈസമാരും ഇപ്പൊ വേറെയും കുറെ ഉണ്ടോ? ഓലൊക്കെ പോയില്ലേ? പോകുത് യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ജനങ്ങളല്ല പകരം കൊണ്ടുവരും. തുമ്മലാത്ത കൂനു അംസാലക്കും, അവർ നിങ്ങളെ പോലെ ആവൂല. അള്ളാന്റെ ദീൻ സംരക്ഷിക്കാൻ അള്ളാന്റെ നടപടിക്രമം അനുസരിച്ച് ആള് മാറി വരും. നമ്മളതിന് ബേജാറായിട്ട് കാര്യമല്ല. നമ്മളാ കൂട്ടത്തിൽ കൂടാൻ നമുക്ക് ഭാഗ്യണ്ടായ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ട് ആളുകൾ തീവ്രവാദി എന്ന് പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കണ്ട. നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഞാന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഫൈസൽ മുസ്ലിയാരുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സംശയ നിവാരണത്തിനൊക്കെ ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാണ്. നമ്മള് ഒരുപാട് പറയാമെന്ന് വിചാരിച്ചു, ഇതിന്റെ ഒരു പകുതി പോലും പറയാപ്പോ സമയം കിട്ടൂല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വിശ്വാസ കാര്യങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വരുന്നുണ്ടോ നമുക്ക് ജാഗ്രത ഉണ്ടാവും. കുഫർ വരുന്നുണ്ടോ ജാഗ്രത ഉണ്ടാവും. എന്നാൽ അതുപോലെ ജാഗ്രത ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നിഫാഖ് അഥവാ കാപട്യം എന്ന് പറയുന്നത്. നിഫാഖിനെ പറ്റി നമ്മൾ അത്ര ഗൗരവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? നിഫാഖിന്റെ അപകടത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ നിഫാഖ് എന്ന് പറയുന്നത്? വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്തുൽ ബഖറയിൽ ആദ്യം പറഞ്ഞതാണ്. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ലേ അല്ല. അപ്പൊ നാവുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും ജീവിതത്തിൽ അതില്ലാതിരിക്കുകയും ചെയ്യുക. വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുക. ഈമാൻ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ വെക്കൽ മാത്രമല്ലല്ലോ. ആണോ? തസ്ദീഖും ബിൽ ഖൽബ് മാത്രാണോ? അല്ല, നാവ് കൊണ്ട് വെളിവാക്കി പറയണം. പിന്നെ അവയവങ്ങൾ കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴേ ഈമാനാകുള്ളൂ. അതൊന്നും ഓല ജീവിതത്തിൽ ഉണ്ടാവൂല. നിഫാഖ് എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടായിരിക്കും. രഹസ്യവും പരസ്യവും തമ്മിൽ പൊരുത്തപ്പെടൂല. അങ്ങനത്തെ പുറമേ മുസ്ലിമായി അഭിനയിച്ചു നടക്കുന്ന ആളുകള് ഇന്ന് മുസ്ലിം സമുദായത്തിൽ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ കുറെ ആൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. മുജാഹിദായി അഭിനയിച്ച് നടക്കുക. ഓല വീട്ടിക്കോ ഓല സ്വകാര്യ ജീവിതത്തിലേക്കോ ചെന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മണം ഉണ്ടാവില്ല. യുഹാദിഊനല്ലാഹ വല്ലദീന ആമനു, അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെ അവർ വഞ്ചിക്കാണ് എന്ന് മുനാഫിക്കുകളെ പറ്റി പറഞ്ഞ മാതിരി മുജാഹിദ് പ്രവർത്തകരെ അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് പറയാണ്, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അല്ലാഹുവിനറിയാം താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ,